ഇവിടെ ക്ഷണമെല്ലാം സ്വീകരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും 7 ശ്ലോകങ്ങളാണ് എഴുതി കൊടുത്തയച്ചിരിക്കുന്നത്. ആ 7 ശ്ലോകങ്ങളും ശ്രവിച്ച സമയത്ത് എങ്ങനെയാണ് രുക്മിണീദേവി ഭഗവാനെ അറിഞ്ഞിരിക്കുന്നത്? കണ്ടിട്ടറിഞ്ഞതല്ല, കേട്ടിട്ടറിഞ്ഞതാണ്. ശ്രുത്വാ ഗുണാൻ, അവിടുത്തെ ഗുണഗണങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നാരദാദി മഹർഷിമാർ പറയുന്നതായിട്ടുള്ള ഗുണഗണങ്ങളെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഭഗവാനെ അറിഞ്ഞ സമയത്ത്, കേട്ട സമയത്ത് ഭഗവാൻ തൻ്റേതാവണം അല്ലെങ്കിൽ താൻ ഭഗവാന്റേതാകണം എന്ന് ആഗ്രഹിച്ചതായിട്ടുള്ള രുക്മിണീദേവി, ആ രുക്മിണീദേവി ഭഗവാനോട് എങ്ങനെയാണ് വരേണ്ടത് എന്ന് പറഞ്ഞു. നൃസിംഹ, ഭഗവാൻ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്? ഭുവനസുന്ദര. അങ്ങനെ ഗോപികമാരെല്ലാം എപ്പോഴും ഭഗവാനെ എന്താ വിളിക്കുക? ശ്യാമസുന്ദര. അങ്ങനെയാണ് ഭഗവാനെ വിളിക്കുക. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായി ഭുവനസുന്ദര, ലോകൈക സുന്ദരൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഭുവനം എന്ന ശബ്ദത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതെന്താണ്? ഈ ലോകമെന്ന് പറയുന്നത് പോലെ തന്നെ ജലം. അങ്ങനെ ഭൂർഭുവസ്വങ്ങളാകുന്ന ഭുവശബ്ദത്തിന്, അപ്പോൾ ഭുവനം എന്ന ശബ്ദത്തിന് ജലശായിയായിട്ടുള്ള ഭഗവാനെ ഞാൻ അറിഞ്ഞിട്ടാണ് എഴുതുന്നത് എന്ന് അറിഞ്ഞോട്ടെ. തൻ്റെ വിദ്യ, വയസ്സ്, രൂപം മുതലായിട്ടുള്ള ഗുണഗണങ്ങളെല്ലാം അനുയോജ്യമാകുമെന്ന് ധരിക്കുന്നു. ഇങ്ങനെ വളരെ ഭഗവാനോട് തൻ്റെ സപ്തപദീ കർമ്മം ചെയ്യുന്നത് പോലെ, 7 പാദങ്ങൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ പിരിയില്ല എന്ന് പറയുന്നത് പോലെ, അങ്ങനെ ഓരോ ദേവന്മാരെ സാക്ഷി നിർത്തുന്നത് പോലെ 7 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ ഭഗവാന്റെ വരവ് ഇനി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ വന്നില്ലെങ്കിലോ ഞാൻ തീർച്ചയായും എത്ര ജന്മങ്ങൾ വേണ്ടി വന്നാലും വ്രതമെടുത്ത് വ്രതശുദ്ധി കൊണ്ട് എൻ്റെ ദേഹവിയോഗം വന്നാലും വിരോധമില്ല. ജീവനാകുന്ന സ്വരൂപം ഭഗവാൻ വിലയം പ്രാപിക്കുന്നതുവരെ എത്ര ജന്മങ്ങൾ വേണമെങ്കിലും ഞാൻ വ്രതശുദ്ധിയോടുകൂടിയിരിക്കും. ഇങ്ങനെയെല്ലാമാണ് ഭഗവാനോട് പറഞ്ഞിരിക്കുന്നത്. ഈ വാക്കുകളെ കേട്ട് ഭഗവാൻ ആ ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒന്ന് സ്പർശിച്ചു. ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ രുക്മിണിയല്ല കേട്ടോ. രുക്മിണി പറയുന്ന അതേപോലെയാണ് ബ്രാഹ്മണൻ പറഞ്ഞത്. എന്താണ് അദ്ദേഹത്തെ പറയുക? സാധാരണ ഒരു സുന്ദര ബ്രാഹ്മണൻ എന്ന് പേര് പറയും. സുന്ദര ശബ്ദത്തിന് എന്താണ്? വൈദിക സാഹിത്യങ്ങളെല്ലാം സന്ദേശവാഹകൻ എന്നർത്ഥം കൂടിയുണ്ട്. ഹനുമാൻ്റെ ആ ശരീരം സുന്ദരകാന്ഡത്തിൽ വളരെ വിസ്തൃതമായിട്ട് വാൽമീകി വർണ്ണിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ളതായിട്ടുള്ള ആഞ്ജനേയസ്വാമിയാണ് സുന്ദരകാന്ഡത്തിൻ്റെ മുഴുവൻ അധിപതിയെപ്പോലെ വർത്തിക്കുന്നത്. പക്ഷേ ഭഗവാൻ അവിടെ ആഞ്ജനേയസ്വാമി സുന്ദരനായോ എന്നുള്ളതല്ല, സീതാദേവിയും ശ്രീരാമചന്ദ്രനെയും ഒന്നിപ്പിക്കുന്നതായിട്ടുള്ള മെസഞ്ചർ, സന്ദേശവാഹകൻ. അതാണ് ആ സുന്ദര ശബ്ദത്തിന് മെസഞ്ചർ, സന്ദേശവാഹകൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ബ്രാഹ്മണൻ കൊടുത്തയച്ചത് കേട്ട് രുക്മിണീദേവിയുടെ സ്വരൂപമല്ല, ബ്രാഹ്മണനാണ്. എങ്ങനെയുള്ള ആളെയാണ് തിരഞ്ഞെടുത്തത് രുക്മിണീദേവി? യദൃച്ഛാലാപസന്തുഷ്ടോ, തിതിക്ഷ മുതലായിട്ടുള്ള ഗുണങ്ങളുള്ള ആൾ. ബ്രാഹ്മണൻ അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് ബ്രാഹ്മണ്യം എന്നതൊരു സ്വഭാവമാണ്. മാത്രമല്ല ആ ബ്രാഹ്മണ്യ സ്വഭാവത്തിലോ ഗായത്രിയാകുന്ന മന്ത്രമാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രകാശിക്കണമെങ്കിൽ എന്താണ് വഴി? സത്യം അനുഷ്ഠിക്കണം, ജപിക്കണം. രാവിലെ സ്നാനശേഷം ഗായത്രി മന്ത്രം 100 ജപിക്കണം. തന്ന വിധിപ്രകാരം ദീക്ഷിച്ച മന്ത്രം അതുപോലെ തന്നെ. ഇങ്ങില്ലയൊന്നും നിലനിൽപ്പതായി അശാശ്വതം ഈ വിഭവങ്ങളൊക്കെ. അതിനുമേലിങ് അതിസംഗമേറ്റാൽ ഫലം മനോദുഃഖമതൊന്നു മാത്രം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഗായത്രി എന്നുള്ള മന്ത്രത്തെ പരമപവിത്രമായി അനുഷ്ഠിക്കുന്നവർ സത്യത്തിനോളം വലുതൊന്നതില്ല, പിഴച്ചിടാതാ ഇതിൽ നിന്നുകൊള്ളിൻ. എങ്ങനെയാണ് നമുക്ക് നിഷ്ഠ വരിക? അഹിംസ, സത്യം, വ്രതവും ചരിക്കൽ, സ്വാധ്യായം ഇവയ്ക്കു സാന്നിധ്യം അകത്തു നൽകി. ജയിച്ചു കാര്യം അവ തന്നെ നിഷ്ഠ. നിഷ്ഠയിൽ നിന്നേ ശ്രദ്ധ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബ്രാഹ്മണൻ അങ്ങനെയായിരിക്കണം. ഇനി ശങ്കരാചാര്യ സ്വാമികൾ പറയുകയാണ് വിവേക ചൂടാമണിയിൽ, ചിന്താവിലാപരഹിതം അപ്രതീകാരപൂർവകം. എന്താണ് പറയാൻ കാരണം? സഹനം സർവദുഃഖാനാം ചിന്താവിലാപരഹിതം, അങ്ങനെ അപ്രതീകാരപൂർവകം സാ തിതിക്ഷ നിഗദ്യതേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണൻ്റെ ലക്ഷണമാണ് തിതിക്ഷ എന്നുള്ള ഗുണം. ഒന്ന് ഗതകാലങ്ങളെക്കുറിച്ച്, കഴിഞ്ഞു പോയ കാലങ്ങളിലുണ്ടായിട്ടുള്ള സങ്കടങ്ങളെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? സന്തോഷങ്ങളെ ആലോചിക്കുകയാണെങ്കിൽ പിന്നെയും ഗുണമുണ്ടെന്ന് വിചാരിക്കുക. സങ്കടത്തെ മാത്രം ആലോചിക്കുന്നത് എന്തിനാ? അങ്ങനെ വിചാരിച്ച ചിന്താവിലാപരഹിതം, അങ്ങനെ കരയരുത് ഗതകാലങ്ങളെക്കുറിച്ച് ആലോചിച്ച്. എന്നിട്ടോ അതുകൂടാതെ മറ്റൊരു ഗുണം എന്താണ് വേണ്ടത്? നമുക്ക് സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം, പ്രതികാരബുദ്ധി ഇല്ലാണ്ടിരിക്കുക.
മറ്റുള്ളവർ അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ, അവർ ചെയ്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നല്ലോ, അവർ കാരണമാണ് എനിക്ക് സങ്കടങ്ങൾ വന്നത്, ഇങ്ങനെ ലോകത്ത് മറ്റുള്ളവരാണ് തനിക്ക് സങ്കടം തരുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് പ്രതികാര ബുദ്ധി ഉണ്ടാവുക. അതുണ്ടാവാൻ പാടില്ല എന്നാണ്. അവരൊന്നുമല്ല, നമ്മുടെ കർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ അത് അങ്ങനെ ഒരു ബ്രാഹ്മണനെ തിരഞ്ഞെടുക്കുമ്പോൾ രുക്മിണി ദേവി ഈ വിധ ഗുണങ്ങളെല്ലാമുള്ള എതിർച്ഛാലാപ സന്തുഷ്ടനാണ്, തിദീക്ഷയുള്ള ആളാണ്, നൈഷ്ഠികനാണ്, അങ്ങനെ വലിയ ഗുണങ്ങളുള്ളതായിട്ടുള്ള ഒരാളെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ അവിടെ ചെന്നപ്പോഴോ ഭഗവാൻ വലിയ ബ്രാഹ്മണ ഭക്തിയുള്ള ആളായതുകൊണ്ട് സ്വീകരിച്ചിരുത്തി. എന്നിട്ടോ ഭഗവാൻ പോയില്ല, അവിടെ തന്നെ ഇരുന്നു. അവിടെ ഇരിക്കണമെന്നിപ്പോൾ വിചാരിച്ചു നാളെയാണ് വിവാഹം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കൂട്ടിക്കൊണ്ടുവരണം, ബ്രാഹ്മണൻ എന്ത് വേണമെന്ന് ആലോചിച്ചു. ഉടനെ പറഞ്ഞു, ഹേ യാദവ പുറപ്പെടുകയല്ലേ എന്ന് ചോദിച്ചു. യാദവ എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ഭഗവാന് താൻ അറിയാതെ ഈ ശബ്ദം മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് നല്ലോണം ആലോചിച്ചപ്പോൾ രാഘവ 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 എന്ന് വാത്മീകി എപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് താൻ പുറപ്പെടുകയായി എന്നുള്ളതുപോലെ ശൈബ്യം മലാഹകം മേഘപുഷ്പം മണിഭദ്ര മുതലായിട്ടുള്ള കുതിരകളെ ഗരുഡലഞ്ചിതമായിട്ടുള്ള രഥത്തിൽ കയറി ഭഗവാൻ യാത്രയായി രുക്മിണി ദേവിയെ അവിടെ നിന്നും കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തോ ബലഭദ്രസ്വാമി എവിടേക്കാണ് ശ്രീകൃഷ്ണൻ പോകുന്നത് അന്വേഷിച്ചുകൊണ്ട് പിന്നാലെ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് രുക്മിണി ദേവിയെ കൊണ്ടുവരികയാണ്. ഉടനെ അവിടെ എതിർക്കാൻ വേണ്ടി രുക്മി മുതലായിട്ടുള്ളതായിട്ടുള്ള സഹോദരന്മാർ വന്നിട്ടുണ്ട്. ഭൈഷ്മക മഹാരാജാവിൻ്റെ പുത്രനിൽ അഗ്രജനായിട്ടുള്ള ആൾ. ആ ഭൈഷ്മക മഹാരാജാവിന് പോലും ആർക്കാണ് ഉഗ്രസേനൻ്റെ കൊട്ടാരത്തിലേക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ രുക്മിക്കാകട്ടെ തൻ്റെ സുഹൃത്താകുന്ന ശിശുപാലിന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ്. പക്ഷേ അങ്ങനെയുള്ളതായിട്ടുള്ള ശിശുപാലിന് ഒരിക്കലും ആഗ്രഹമില്ല. ആർക്ക്? രുക്മിണി ദേവിക്ക്. ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ആഗ്രഹം. അതുകൊണ്ട് ഭഗവാനെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ വളരെ ധൃതി പിടിച്ചുകൊണ്ട് ആ രാജപാതയിലേക്ക് പ്രവേശിച്ചു. എല്ലാ രാജാക്കന്മാരും രുക്മിണി ദേവി കുലദേവ യാത്ര ചെയ്യും, ദേവതാ യാത്ര ചെയ്യുന്ന കണ്ടുകൊണ്ട് വന്നിരിക്കുന്നവർ പെട്ടെന്ന് അവിടേക്ക് ഒന്ന് ദർശിച്ചു. തൻ്റെ അളകങ്ങളെയെല്ലാം അങ്ങനെ മാടി ഒതുക്കുന്നത് പോലെ കൈകൊണ്ട് വകഞ്ഞ സമയത്ത് അത്യത്ഭുതമായ രത്നമോതിരങ്ങൾ ധരിച്ചതായിട്ടുള്ള കൈകളിലെ രത്നം പോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള നഖകാന്തികൾക്കിടയിലൂടെ എല്ലാ രാജാക്കന്മാരും തന്നെയാണോ നോക്കുന്നത് വിചാരിച്ചുകൊണ്ട് രഥത്തിൽ നിന്ന് മുന്നോട്ട് പതുക്കെ കാലെടുത്ത് വെച്ചു. അവരെല്ലാം ചട്ടപ്പെടാതിനെ താഴേക്ക് വീണു. രാജപാതയിൽ അവരെല്ലാം വീണപ്പോഴോ അങ്ങേയറ്റത്ത് വീഴാതെ നിൽക്കുന്നതായിട്ടൊരാളുണ്ട്. അയാളെ നേരിട്ട് ദർശിച്ചു. അങ്ങനെ ഭഗവാൻ രഥം പതുക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് രുക്മിണി ദേവിയെ തൻ്റെ ദ്വാരകാപുരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രുക്മി തടുക്കാൻ വേണ്ടി വന്നു. ഉടനെ രുക്മിണി ദേവി കാലി പിടിച്ചപ്പോൾ അവിടെ ഭാദ്രപദം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബലഭദ്രസ്വാമിയും വിലക്കി. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ആ ശിരസിലുള്ളതായിട്ടുള്ള മുടികളെല്ലാം വപനം ചെയ്തു വാളുകൊണ്ട്. അങ്ങനെ തുടച്ചു നീക്കി 5 മുടികളെ മാത്രമേ നിർത്തി. 5 ഇന്ദ്രിയങ്ങൾക്കും അതിബോധനായിട്ടുള്ള ആൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് വിചാരിച്ചുകൊണ്ട് ശൂലം പോലെ മുടികളെല്ലാം നിർത്തി. ഒരു ഭാഗത്തെ മുടികളെല്ലാം അദ്ദേഹം ക്ഷൗരം ചെയ്ത് കളയുന്നത് പോലെ വാളുകൊണ്ട് ഇങ്ങനെ തുടച്ചു നീക്കി. ഇങ്ങനെ ആ രുക്മി പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്താണ്? ശിശുപാല, അങ്ങ് സങ്കടപ്പെടേണ്ട, ഞാൻ എൻ്റെ സഹോദരി അങ്ങയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ യാദവനെ നിഗ്രഹിച്ചിട്ടായാലും ശരി കൊണ്ടുവന്ന് തരും. ഇനി അതല്ലെങ്കിലോ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ ഈ കുണ്ഠലപുരത്തിലേക്ക് ഇനി കാലെടുത്ത് വെക്കില്ല, അത് സാധിച്ചില്ലെങ്കിൽ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ വധിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, രുക്മിണിയെ തിരിച്ചു കൊണ്ടുവരാനും സാധിച്ചില്ല. അതുകൊണ്ട് ഭോജഘടം എന്ന് പറയുന്നതായിട്ടൊരു രാജ്യം തീർത്തുകൊണ്ട് അവിടെയാണ് രുക്മി ജീവിച്ചത്. ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാപുരിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ബലഭദ്രസ്വാമി പറഞ്ഞു, വിവാഹവേദിക്കൊരു മാറ്റമുണ്ട്, വധൂവരന്മാരിൽ വരന് ഒരു മാറ്റമുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഈ ക്ഷണം സ്വീകരിക്കണം. നാളെ ദ്വാരകാപുരിയിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ രുക്മിണി ദേവിയുടെയും വിവാഹമാണ്, എല്ലാവരും ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ബലഭദ്രസ്വാമി ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല, ഇനി ആർക്കെങ്കിലും യാദവന്മാരെ എതിർത്തുകൊണ്ട് രുക്മിണിയെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇപ്പോൾ വരാം, നാളെ വന്ന് അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അങ്ങനെ ബലഭദ്രസ്വാമി തന്നെ അവിടെ തൻ്റെ ഹലായുധനായിട്ട് നിന്നപ്പോൾ ആരും എതിർത്തില്ല. തിരിച്ച് ദ്വാരകാപുരി വെച്ച് അതിമംഗളമായിട്ടുള്ള ഗീതവാദ്യങ്ങളോടുകൂടി വേദമന്ത്ര സൂക്ത ജപങ്ങളോടുകൂടി അവിടെ ഭഗവാന്റെ ആദ്യത്തെ പരിണയം കഴിഞ്ഞു. അങ്ങനെ ഭഗവാന് ആദ്യപുത്രൻ ജനിച്ചു. ആദ്യപുത്രൻ ജനിച്ച സമയത്തോ പ്രദ്യുമ്നൻ, അദ്ദേഹം ഭഗവത് സ്വരൂപിയാണ്, ഭഗവാനെ പോലെ തന്നെയാണ്, ചതുർവ്യൂഹങ്ങളിൽപ്പെട്ട ഭഗവാന്റെ അംശം തന്നെയാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന് ആദ്യപുത്രനായിട്ടുള്ള പ്രദ്യുമ്നൻ ജനിച്ച സമയത്തോ രുക്മിണി ദേവിക്ക് സങ്കടമായി. രുക്മിണി ദേവി പറഞ്ഞു, എൻ്റെ പുത്രനെ നഷ്ടപ്പെട്ടല്ലോ. ആരാണ് കൊണ്ടുപോയത്? ശംബരൻ എന്ന അസുരൻ കട്ടുകൊണ്ടുപോയിരിക്കുകയാണ്. ഭഗവാനാകട്ടെ മറ്റു പുരാണങ്ങളിൽ പറയുകയാണ്, രുക്മിണി ദേവി മാത്രമല്ലേ പാർവതി പരമേശ്വര വന്ദനം ചെയ്തുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ അവിടെ പോയി വഴി പോയിട്ട് കൂട്ടിക്കൊണ്ടുവരികയില്ല ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി ഭഗവാന്റെ പുത്രൻ നഷ്ടപ്പെട്ട സമയത്ത് ഉപമന്യുവിൻ്റെ ആശ്രമത്തിൽ, ഇത് ഭാഗവതത്തിലില്ല,
പക്ഷേ മറ്റു പുരാണങ്ങളിൽ പറയുകയാണ് ഉപമന്യുവിൻ്റെ ആശ്രമത്തിൽ പോയിട്ട് മഹാദേവോപാസന ചെയ്തു. ഒരു ഗൃഹസ്ഥനായി കഴിഞ്ഞാൽ പാർവതി പരമേശ്വര വന്ദനം ചെയ്യണം എന്നുള്ളത് ഭഗവാൻ തന്നെ അനുഷ്ഠിച്ച് കാണിച്ചു. ഉപമന്യുവിൻ്റെ ആശ്രമത്തിൽ എന്താണ്, വ്യാഘ്രപാദപുത്രനായിട്ടുള്ള ഉപമന്യുവിൻ്റെ ആശ്രമത്തിൽ മഹാദേവൻ തൻ്റെ സുബ്രഹ്മണ്യസ്വാമി എങ്ങനെയാണോ അതേപോലെ ഉപമന്യുവിനെ ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഉപമന്യുവിൻ്റെ ആശ്രമത്തിൽ മഹാദേവൻ മനുഷ്യരൂപത്തിൽ നടനമാടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഭഗവാൻ അവിടെ ചെന്ന് മഹാദേവോപാസന ചെയ്തു, പാർവതി വന്ദനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നരനാരായണന്മാരായിട്ടുള്ള കാലത്ത് അനേക തപസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ശ്രദ്ധയോ ഭക്തിയോ ഒന്നും എനിക്കിപ്പോൾ ക്ഷാത്രന്മാരായിട്ട് ജനിച്ച സമയത്ത് ഇല്ല. പക്ഷേ എങ്കിലും എൻ്റെ പത്നിയാകുന്ന രുക്മിണീ ദേവി സങ്കടത്തിലകപ്പെട്ടിരിക്കണു, എൻ്റെ പുത്രനെ തിരിച്ചു തരണം. അപ്പോഴാണ് പാർവതി ദേവി പറയുന്നത്, അന്ന് കാമദേവനെ സംഹരിച്ച സമയത്ത് രതീദേവി എന്നോടൊരു പ്രാർത്ഥന ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ രതീദേവിക്ക് തൻ്റെ ഭർത്തൃലാഭം ഉണ്ടാകാൻ വേണ്ടി അങ്ങയുടെ പുത്രനായിട്ടുള്ള പ്രദ്യുമ്നൻ കാമദേവൻ്റെ അംശമാണ്. അതുകൊണ്ട് രതീദേവി അവിടെ ശംഭരാസുരൻ്റെ കൊട്ടാരത്തിൽ പാചകശാലയിൽ ഭക്ഷണം പാചകതായിട്ടുള്ള സ്ത്രീയായിട്ട് അനുവർത്തിക്കുന്നുണ്ട്. അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് 16-ാമത്തെ വയസ്സിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ പാർവതി ദേവി അന്ന് തൻ്റെ ഭർത്താവ് മഹാദേവൻ തനിക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ചപ്പോൾ ഒരു പ്രാർത്ഥന ചെയ്തതെന്താണ്, രതീദേവിക്ക് ഭർത്താവ് ഉണ്ടാവണേ എന്നാണ് പാർവതി ആഗ്രഹിച്ചത്. അതുകൊണ്ട് പാർവതി പരമേശ്വരൻ വന്ദനം ചെയ്ത് കഴിഞ്ഞാൽ പാർവതി ദേവി എല്ലാവർക്കും ഭർത്തൃലാഭം ഉണ്ടാവണേ, ഭഗവാന്റെ കോപം കൊണ്ട് ആർക്കും ഭർത്താവില്ലാതെയോ പത്നിയില്ലാതെയോ ഗാർഹസ്ഥ്യധർമ്മം അനുഷ്ഠിക്കുന്നവർ തൻ്റെ സതീദേവി നഷ്ടപ്പെട്ട സമയത്ത്, കാമദേവ നഷ്ടപ്പെട്ട സമയത്തൊക്കെ പാർവതി പരമേശ്വരന്മാർ വിചാരിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ വിരഹദുഃഖം അനുഭവിക്കുന്നവർ വേണ്ട. അപ്പോൾ അതുകൊണ്ട് പാർവതി പരമേശ്വര വന്ദനം ചെയ്തു ഭഗവാൻ. അങ്ങനെ ഭഗവാൻ തിരിച്ചു വന്ന് ആ 16-ാമത്തെ വർഷം പ്രദ്യുമ്നൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭഗവാനാണോ എന്ന് സംശയിച്ചു പോയി. ഭഗവാന്റെ അതേ സ്വരൂപ സദൃശനായിട്ടുള്ള ആളെ കണ്ട് രുക്മിണീ ദേവിക്ക് തൻ്റെ സ്തന്യം ചിരന്നു, തൻ്റെ പുത്രനാണെന്ന് മനസ്സിലായി. ആ പ്രദ്യുമ്നനെ തൻ്റെ മടിയിലിരുത്തി. ഇങ്ങനെ ശംഭരാസുരനെ എങ്ങനെയാണ് ലഭിച്ചത്? ശംഭരാസുരൻ സത്യത്തിൽ ആ കുട്ടിയെ സൂതികാഗ്രഹത്തിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോയി സമുദ്രത്തിലേക്കാണ് വലിച്ചെറിഞ്ഞത്. സമുദ്രത്തിൽ ഒരു മത്സ്യം വന്ന് വിഴുങ്ങി. ഒരു മുക്കുവൻ വലയിട്ട് പിടിച്ചപ്പോൾ വലിയ മത്സ്യത്തെ ശംഭരാസുരൻ്റെ കൊട്ടാരത്തിൽ പാചകശാലയിൽ കൊണ്ടുപോയി കൊടുത്തു. അത് മായാവതി കീറി മുറിക്കുന്ന സമയത്ത് അതിൽ ഒരു മനുഷ്യക്കുഞ്ഞിനെ കണ്ടു. അപ്പോൾ ആ കുട്ടിയെ തൻ്റെ പുത്രനെ പോലെ വളർത്തി. യൗവനം പ്രാപിച്ച സമയത്ത് ഭർത്താവിനെ പോലെ പെരുമാറി. അപ്പോൾ ആ പുത്രൻ ചോദിച്ചു, ഇത്രയും കാലം എന്നെ അമ്മയെപ്പോലെ കണ്ട് ഇപ്പോഴെന്താണ് ഇങ്ങനെ ഭർത്താവിനെ പോലെ പെരുമാറുന്നത്? ഇപ്പം മായാവതിയാണ് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങ് പ്രദ്യുമ്നനായിട്ടുള്ള ആള് കാമദേവസ്വരൂപനാണ്, ഭഗവാന്റെ അംശജനായിട്ടുള്ള അങ്ങ് ഇവിടെ വരുമെന്നുള്ള കാര്യം അറിയാമായിരുന്നു. എനിക്ക് പാർവതി മുമ്പേ അനുഗ്രഹം തന്നിട്ടുണ്ട്, അതുകൊണ്ട് വേഷപ്രച്ഛന്നയായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. എന്തായാലും വന്നത് എൻ്റെ ഭർത്തൃലാഭത്തിന് വേണ്ടിയിട്ടാണ്, പക്ഷെ അങ്ങക്ക് ദൗത്യം ശംഭര നിഗ്രഹമാണ്. അങ്ങനെ ശംഭരാസുരനെ നിഗ്രഹിച്ചുകൊണ്ട് എന്നെ തടവറയിൽ നിന്ന് മോചിപ്പിക്കണം. ഇങ്ങനെ മായാവതിയെ മോചിപ്പിച്ചുകൊണ്ട് ശംഭരനെ നിഗ്രഹിച്ചുകൊണ്ട് പ്രദ്യുമ്നൻ തൻ്റെ ദ്വാരകാപുരിയിലേക്ക് തിരിച്ചെത്തി. ഭഗവാനാകട്ടെ തൻ്റെ വിവാഹപര്യന്തം തനിക്ക് പലവിധത്തിലുള്ളതായിട്ടുള്ള അപകീർത്തികളും കേൾക്കേണ്ടി വന്നു എന്ന് പറയുകയാണ്. പുത്രലാഭമുണ്ടായി, പക്ഷേ ആ സമയത്താണ് ഭഗവാന് സമന്തകമണി മോഷ്ടിച്ചു എന്നുള്ളൊരു കുറ്റം ഏൽക്കേണ്ടി വരുന്നത്. ഇനി അത് വിരോധമില്ല. എന്താ വെച്ചാൽ നാരദഭക്തി സൂത്രത്തിൽ ശ്രീനാരദ മഹർഷി തന്നെ സമന്തകമണിർ ഹർത്രേ നമ എന്നൊരു നാമം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ വിഷമമില്ല. പക്ഷേ എന്നാലോ വെണ്ണ കട്ടു, പാല് കട്ടു എന്നൊക്കെ പറയുന്നത് പോലെ സമന്തകമണി കട്ടു. പക്ഷേ സത്രാജിത്ത് എന്ന് പറയുന്ന വ്യവസായിയുടെ സഹോദരനാകുന്ന പ്രസേനജിത്തിനെ താനാണ് വധിച്ചത് എന്നാണ് ലോകം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുത്തനുണ്ടാക്കിയ പരാപവാദം പരത്തുവാനാളുകളുണ്ട സംഖ്യം. വിവാഹമെല്ലാം കഴിഞ്ഞാൽ സുഖാവും എന്ന് വിചാരിച്ചപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോൾ ഭഗവാൻ അപകീർത്തി കേൾക്കേണ്ടി വരികയാണ്. ഇങ്ങനെ താൻ ബോധഹൃത്തും ബോധഭൃത്തുമായിട്ടുള്ള ഭഗവാൻ, ആരെയും വധിക്കാത്ത ഭഗവാൻ വിചാരിക്കുകയാണ് താൻ എന്തിനാണ് പ്രസേനത്തിനെ കൊല്ലുന്നത്. പക്ഷേ താൻ വധിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. സമന്തകമണി മോഷ്ടിക്കാൻ വേണ്ടി പ്രസേനത്തിനെ കൊന്ന് അത് മോഷ്ടിച്ചു. സത്രാജിത്ത് എന്ന വ്യവസായിക്ക് സൂര്യോപാസന കൊണ്ട് ലഭിച്ചതാണ്. അങ്ങനെ ആ സൂര്യോപാസന കൊണ്ട് ലഭിച്ചതായിട്ടുള്ള ദ്രവ്യം 8 ഭാരം സ്വർണം ഓരോ ദിവസവും നൽകും. അങ്ങനെ ആ ഉപാസനയ്ക്ക് വേണ്ടി സൂര്യഭഗവാൻ തന്നെ കൊടുത്തതായിട്ടുള്ള തൻ്റെ ആ പ്രസാദത്തെ ഒരു ദിവസം കഴുത്തിലണിയാൻ വേണ്ടി സത്രാജിത്തിൻ്റെ സഹോദരൻ ചോദിക്കുകയാണ്. എന്തിനാണ് ചോദിച്ചത്? യാദവന്മാരുടെ ഇടയിൽ ശ്രീകൃഷ്ണചന്ദ്രനെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ആരാധിക്കും. ഭഗവാൻ പോകുന്ന സമയത്ത് എല്ലാവരും നോക്കും. അപ്പോൾ പ്രസേനത്തിനൊരു ആഗ്രഹം, യാദവന്മാരുടെ ഇടയിൽ പോകുമ്പോൾ യാദവ സ്ത്രീകളെല്ലാം തന്നെ നോക്കണം. അപ്പോൾ അതിനെന്താണ് വഴി? തൻ്റെ ഗൃഹത്തിൽ അമൂല്യമായിട്ടൊരു വസ്തുവുണ്ട് തൻ്റെ ഏട്ടൻ പൂജിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ സത്രാജിത്തിനോട് പറഞ്ഞു, പ്രസേനത്ത്
എനിക്ക് ആ സെവന്തകമണി ഒന്ന് തരൂ ഏട്ടാ, കഴുത്തിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ സഹോദരൻ ചോദിച്ചപ്പോൾ അത് കൊടുത്തു. അങ്ങനെ യാദവ സ്ത്രീകളുടെ ഇടയിലൂടെ കടന്നുപോയി. ശ്രീകൃഷ്ണ ഭഗവാൻ പക്ഷെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, സത്രാജിത്തെ, അങ്ങയുടെ ഗൃഹത്തിൽ അനേക ദ്രവ്യങ്ങൾ, സ്വർണം, ഇങ്ങനെ ഓരോ ദിവസവും 8 ഭാരം സ്വർണ്ണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഉഗ്രസേന മഹാരാജാവിൻ്റെ രാജഭണ്ഡാരത്തിൽ വയ്ക്കും. അങ്ങനെയാണെങ്കിൽ അത് നിക്ഷേപിച്ച് കഴിഞ്ഞാലോ രാജകൊട്ടാരത്തിലുള്ള എല്ലാവർക്കും രാജ്യത്തും സൗഖ്യമായിട്ട് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ കോശപുഷ്ടി വരും, ധനപുഷ്ടി വരും. അതുകൊണ്ട് അത് അവിടെ നിക്ഷേപിക്കും. അങ്ങനെയൊക്കെയാണെങ്കിലോ അത് ലോക്കറിൽ ഇരിക്കണ പോലെ സേഫായിട്ടിരിക്കുകയും ചെയ്യും, ആരും അപകരിച്ചു കൊണ്ടുപോയില്ല. അവിടെ വെച്ച് പൂജിക്കുമ്പോഴോ രാജ്യത്തെ എല്ലാവരാലും ആരാധിക്കപ്പെടും. അതുകൊണ്ട് ഐശ്വര്യം എല്ലാവർക്കും ഉണ്ടാവും. ശ്രീകൃഷ്ണ ഭഗവാൻ പരക്കെ നല്ലൊരു ഉപകാരമായിട്ടുള്ള കാര്യം പറഞ്ഞു. പക്ഷേ ഇത് ചോദിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഭഗവാൻ തൻ്റെ സഹോദരൻ പോകുന്ന സമയത്ത് യാദവ സ്ത്രീകളെല്ലാം ചോദിച്ചു, ആരാണ് സൂര്യനെ പോലെ ഭൂമിയിൽ വന്ന് പ്രവേശിച്ചിരിക്കുന്നത്? സൂര്യഭഗവാൻ വീണ്ടും ഭൂമിയിലേക്ക് വന്നു. കർണൻ്റെ ജനന സമയത്താണ് കുന്തി മാതാവ് പ്രാർത്ഥിച്ചതനുസരിച്ച് സൂര്യഭഗവാൻ വന്നത്. സൂര്യഭഗവാൻ പ്രാപിക്കാതെ തിരിച്ചു പോയിക്കോളൂ എന്ന് കുന്തി ദേവി പറഞ്ഞപ്പോൾ സൂര്യഭഗവാൻ പറയുകയാണ്, അങ്ങോട്ട് നോക്കൂ, എല്ലാ ദേവന്മാരും എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഞാൻ എവിടേക്കാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, എനിക്ക് കാണുന്നില്ലല്ലോ, എന്നെ സ്പർശിച്ചുകൊണ്ട് നോക്കൂ. അങ്ങനെ കുന്തി ദേവി സൂര്യഭഗവാനെ തൊട്ടുകൊണ്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ ഇന്ദ്രാദി ദേവന്മാരെല്ലാം സൂര്യനെ പരിഹസിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരാൾ വിളിക്കുമ്പോഴേക്കും ഓടിച്ചെന്നു, എന്നിട്ടോ പൊയ്ക്കോളൂ എന്നപ്പോൾ അവിടുന്ന് പോയി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് വലിയ ദുഃഖമല്ലേ? സൂര്യഭഗവാൻ പറഞ്ഞപ്പോൾ അതാണ് കുന്തി ദേവി ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ട് അവിടെ സൂര്യഭഗവാന്റെ പുത്രനെ ഏറ്റുവാങ്ങിയത്. അങ്ങനെ സൂര്യസ്വരൂപി തന്നെയാണ്, നല്ല സുന്ദര സ്വരൂപിയായിട്ടുള്ള കർണനെ കുന്തി മാതാവിന് ഉപേക്ഷിക്കേണ്ടി വരികയാണ്. കുന്തി മാതാവ് വിചാരിക്കുകയാണ്, സൂര്യപുത്രനായിട്ട് ജനിച്ചിട്ടും എൻ്റെ പുത്രനെ ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ. സൂര്യഭഗവാനാകട്ടെ കർമ്മസാക്ഷിയായിട്ടുള്ള ആൾ ഉള്ളവർ പറയുകയാണ്, കുന്തി ദേവി ഒരു മുരുക്കിൻ്റെ പേടകത്തിലാക്കിക്കൊണ്ട് എവിടേക്കാണ് ഒഴുക്കിയത്? ചർമ്മൺ. ആദ്യം തന്നെ അശ്രു നദിയിൽ ഒഴുക്കി എന്ന് പറയുകയാണ്, കണ്ണുനീരിലിങ്ങനെ ധാരധാരയായിട്ട്. പക്ഷേ ആ പേടകത്തിൽ നിന്ന് സൂര്യപ്രഭകൾ ഇങ്ങനെ ചെറിയ സുഷിരങ്ങളിലൂടെ ഇങ്ങനെ സൂര്യൻ്റെ ഒലികൾ വരുന്നത് പോലെ പുറത്തേക്ക് പ്രകാശം വരികയാണ്. അങ്ങനെ മറ്റു വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് ആ പേടകത്തെ തൻ്റെ ദാസിയുടെ കയ്യിൽ കൊടുത്തു. അത് കൊണ്ടുപോയി ചർമ്മണ്വതിയും യമുനയും ഗംഗയും ചമ്പാപുരി വരെ മാറി മാറി വെണ്ണുര വൈരക്കൽ കാപ്പണിഞ്ഞിടിന തന്നലെ കൈകളാൽ താങ്ങി താങ്ങി. ഉള്ളൂരസ് പരമേശ്വരയ്യർ അദ്ദേഹത്തിൻ്റെ കർണഭൂഷണത്തിൽ പറയുകയാണ്, ഇത് പതുക്കെ പതുക്കെ ഓളങ്ങൾ തലോടിക്കൊണ്ട് കർമ്മസാക്ഷിയായിട്ടുള്ള സൂര്യഭഗവാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഹസ്തിനാപുരത്തിൽ അത്തിരത്തൻ രാധാ മുതലായിട്ടുള്ള ദമ്പതിമാരുടെ പുത്രനായിട്ട് സൂതവർഗത്തിൽ കർണൻ അവിടെ ജീവിക്കാനായിട്ട് വന്നത്. അങ്ങനെ സൂര്യഭഗവാൻ ഭൂമിയിലേക്ക് മുമ്പ് വന്നതുപോലെ ഇപ്പതാ സൂര്യഭഗവാൻ വന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ചു. അപ്പോഴാണ് അത് സൂര്യനൊന്നുമല്ല കേട്ടോ, അത് പ്രസേനജിത്താണ്. പ്രസേനജിത്തിൻ്റെ കഴുത്തിലെ സൂര്യ ഉപാസന കൊണ്ട് സത്രാജ് നേടിയ സവന്തകമണി ധരിച്ചിട്ടുണ്ട്. അതാണ് ഇത്ര പ്രത്യേകത. അങ്ങനെ ഭഗവാൻ എല്ലാവരും കേൾക്കെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രസേനജിത്താകട്ടെ വനത്തിലേക്ക് പോയി തിരിച്ചു വരുന്നത് കാണാനില്ല. അങ്ങനെ അനേക ദിവസം കഴിഞ്ഞപ്പോൾ ഈ സവന്തകമണി മോഷ്ടിക്കാൻ വേണ്ടി തൻ്റെ സഹോദരനെ കൊന്നതാണെന്ന് പറഞ്ഞു പരത്തിയതാണ്. അതല്ലാതെ സത്യത്തിൽ ഭഗവാൻ ചെയ്തിട്ടില്ല, ആരും അറിഞ്ഞിട്ടുമില്ല. ഭഗവാൻ വിചാരിച്ചു, ഞാൻ കുട്ടിക്കാലത്ത് തൈര് കലമുടച്ച് തൻ്റെ കാലുകൾ അതിൽ പതിഞ്ഞ് താൻ നെല്ല് കുത്തുന്ന പുരയിലേക്ക് പോയപ്പോൾ എൻ്റെ അമ്മ പിന്നാലെ അനുഗമിച്ചത് എൻ്റെ കാൽപാദങ്ങളെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഈ കുതിരക്കുളമ്പടികളെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ എവിടേക്കെത്താം? എവിടേക്കാണ് സത്രാജിത്ത് പോയത്, പ്രസേനജിത്ത് പോയതെന്നറിയാം. അങ്ങനെ ഭഗവാൻ ആ കുതിരക്കുളമ്പടികളെ ലക്ഷ്യം വെച്ച് പോയി. പക്ഷേ ഭഗവാൻ അവിടെ എന്താണ് തൻ്റെ കുട്ടിക്കാലത്ത് കാണിച്ചു കൊടുത്ത അമ്മയ്ക്ക്? 4 ഭാഗത്തേക്ക് ഓടി നടന്നു. തൈർക്കല മുടച്ച് 4 ഭാഗത്തേക്ക് ഓടിയപ്പോൾ എന്താണ്? അമ്മയോട് പറയുകയാണ്, ഏത് വഴിക്കാണ് പോയെന്ന് അറിയാണ്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എന്നെ 4 വേദങ്ങളിലൂടെ അന്വേഷിച്ചാലും ലഭിക്കില്ല യജ്ഞപുരുഷനായിട്ടുള്ള എന്നെ അമ്മയെ. 4 ഭാഗത്തേക്ക് മൂടിയിട്ട് കാര്യമില്ല. ഞാൻ എവിടെയാണ് ഉണ്ടാവുക? സജ്ജനങ്ങളുടെ ഇടയിൽ. ആരാണ് സജ്ജനങ്ങൾ? വാനരന്മാരായിട്ടുള്ളവരെ, അണ്ണാറക്കണ്ണന്മാരായിട്ടുള്ളവരെ, കിളികൾ, അവരൊക്കെ നെല്ലുകുത്തറ വരയിലുണ്ട്. അതുകൊണ്ട് അവിടെ പോയിരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ പറയുകയാണ്, ഞാൻ സജ്ജനങ്ങളുടെ ഇടയിലാണ് ഇരിക്കുക അമ്മേ. അങ്ങനെ അവരൊക്കെ എനിക്ക് ഉപകാരം ചെയ്തവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കയറിയിരിക്കുന്നത്. ഇങ്ങനെ ഭഗവാൻ ഉലൂകല ബന്ധന സമയത്ത് അമ്മയ്ക്ക് നല്ലൊരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടെത്താൻ വേണ്ടി അമ്മ എങ്ങനെയാണോ തന്നെ കണ്ടെത്തിയത്, അതേപോലെ കുട്ടികൾ അങ്ങനെയാണ്. അമ്മയും അച്ഛനും ചെയ്യുന്നത് കണ്ടിട്ടാണ് പഠിക്കുക. കേട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എന്നോ നേരെയായില്ലേ? വേദവ്യാസനും അനേക ആചാര്യന്മാർ, അനേക തപസ്സികൾ ഒക്കെ അനേക അമൃതവചനങ്ങൾ ഉദ്ഘോഷിച്ചിട്ടുണ്ട് ഭാരതഖണ്ഡത്തിൽ. പക്ഷെ അതൊക്കെ നമ്മൾ കേൾക്കണമുണ്ട്, പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മുടെ ഗതി ഇങ്ങനെയാണെങ്കിൽ എന്താ നമ്മൾ കേട്ടത്? അതുപോലെയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഭഗവാനെക്കുറിച്ച് അറിയണമെങ്കിൽ, ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ
ഭഗവാൻ തൻ്റെ അമ്മ അനുഷ്ഠിച്ചതായിട്ടുള്ള കാര്യം താനും അനുഷ്ഠിച്ചു ജീവിതത്തിൽ. പതുക്കെ കുതിരക്കുളമ്പടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയി. പോകുമ്പോഴാണ് ഒരു ഗുഹാകവാടത്തിൽ വസ്ത്രാവശിഷ്ടങ്ങൾ, ശരീരാവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് ഒരു സിംഹത്തിൻ്റെ ശരീരാവശിഷ്ടമുണ്ട്. ഭഗവാൻ നോക്കി, ഇത് എവിടെ നിന്നാണ് ഈ ശരീരം വന്നത്? അപ്പോൾ ഈ സിംഹമാണ് പ്രസേനജിത്തിനെ നിഗ്രഹിച്ചത്, കുതിരയെ കൊന്നത്. പക്ഷേ സമന്തകമണി എവിടേക്ക് പോയി? സിംഹം എങ്ങനെയാണ് മരിച്ചത്? അപ്പോഴാണ് വലിയ 2 കാൽപാദങ്ങൾ നടന്ന് നീങ്ങിയിട്ടുണ്ട് അവിടുന്ന്. അതിനെ ലക്ഷ്യം വെച്ച് ചെന്നപ്പോൾ അത് മറ്റൊരു ഗുഹാകവാടത്തിൽ അവസാനിച്ചു. യാദവന്മാരെല്ലാം കൂടെ പോയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം അനുഗമിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ അടുത്ത ഗുഹയുടെ സമീപത്ത് ചെന്നപ്പോഴോ ഒരു പെൺകുട്ടി ഒരു പ്രകാശിക്കുന്ന രത്നം വെച്ച് കളിക്കുന്നുണ്ട്. അകത്തുനിന്ന് അമ്മ വിളിച്ചു പറയുന്നുണ്ട്, ഉണ്ണി നീ കരയണ്ട കരയണ്ട, അച്ഛൻ കൊണ്ടുവന്നതായിട്ടുള്ള സമന്തകമണി സഹോദരിയുടെ കയ്യിൽ നിന്ന് ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം, നീ കരയണ്ട. ജാമ്പവാൻ്റെ പത്നി തൻ്റെ പുത്രനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജാമ്പവതി അത് പുറത്തേക്ക് എടുത്ത് ഓടി വന്ന് കളിക്കുകയാണ് അവിടെ വെച്ച്. ഭഗവാൻ എടുത്ത് ചെന്നപ്പോൾ തന്നെ ആരോ ഉപദ്രവിക്കാൻ വരികയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ സമന്തകമണിയെടുത്ത് ഗുഹയിലേക്ക് ഓടി ജാമ്പവാൻ്റെ പുത്രി. ഭഗവാൻ പിന്നാലെ അനുഗമിച്ചു. ഭഗവാൻ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ ഓടുന്നത് കണ്ടപ്പോൾ യാദവന്മാരെല്ലാം ഗുഹയുടെ പുറത്തു നിന്നു. ഭഗവാൻ അങ്ങോട്ട് പോയപ്പോൾ സാധാരണ നമ്മളൊക്കെ ഗൃഹത്തിലേക്ക് ഒരാൾ കയറി വരികയാണെങ്കിൽ വരൂ, ഇരിക്കൂ, വെള്ളം കുടിക്കൂ, അങ്ങനെയൊക്കെയല്ലേ പറയുക. പക്ഷേ അവിടെ ചെന്നപ്പോഴോ തൻ്റെ പുത്രി കരഞ്ഞ് ഓടി വരുന്നത് കണ്ടപ്പോൾ നല്ല മുഷ്ടിപ്രഹരം വെച്ച് കൊടുത്തു, കൈകൊണ്ട് നല്ല ഇടി വെച്ച് കൊടുത്തു. നമ്മളൊക്കെ സാധാരണ ഭഗവാന് ഇടിപുഷ്പാഞ്ജലി കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം നല്ല ഇടിപുഷ്പാഞ്ജലി കൊടുത്തു. അപ്പോഴാണ് കുലുങ്ങാതെ നിൽക്കണ കണ്ടപ്പോൾ പതുക്കെ തന്നെ കൺപീലികളെല്ലാം നിവർത്തി ഇങ്ങനെ നോക്കി. ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് മനസ്സിലാവാതെ അദ്ദേഹം പറഞ്ഞു, ശ്രീരാമനാണല്ലേ? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ശ്രീരാമനായിരുന്നു, ഇപ്പോൾ ശ്രീകൃഷ്ണനാണ്. അല്ല, അന്ന് ഞാൻ മനസ്സുകൊണ്ടൊരാഗ്രഹം വിചാരിച്ചു, രാമനായിട്ട് രാവണൻ യുദ്ധം ചെയ്യുമ്പോൾ രാമൻ്റെ കൈവേഗത കണ്ട് അങ്ങയോട് എനിക്കൊന്ന് യുദ്ധം ചെയ്യാൻ തോന്നി. പക്ഷേ ഇന്ന് അങ്ങ് എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി അങ്ങ് വന്നതാണോ എന്ന് വിചാരിച്ചു. എന്തായാലും എൻ്റെ ഈ ഗൃഹത്തിലേക്ക് അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്താണ്? ജാമ്പവാൻ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ സമന്തകമണി അത് നാട്ടിൽ ഒരു സത്രാജിത്ത് എന്ന വ്യവസായിയുടെയാണ്. അത് അവിടെ നിന്ന് അപഹരിക്കപ്പെട്ടത് ആരാണെന്ന് അറിയാതെ അദ്ദേഹത്തിൻ്റെ സഹോദരനെ വധിച്ചത് താനാണെന്ന് പറഞ്ഞ അപകീർത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ കാര്യം അറിയിച്ചപ്പോൾ ജാമ്പവാൻ, അന്ന് ഞാൻ മനസ്സിൽ മറ്റൊരു കാര്യം കൂടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങ് ഏകപത്നി വ്രതനാണ് എന്ന് ധരിച്ചത് കൊണ്ട് എൻ്റെ മകളെ അങ്ങേക്ക് വിവാഹം കഴിച്ചു തരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സമന്തകമണിയെയും സ്വീകരിച്ചോളൂ, എൻ്റെ ജാമ്പവതിയാകുന്ന പുത്രിയെയും സ്വീകരിച്ചോളൂ. അങ്ങനെ ജാമ്പവാൻ തൻ്റെ മകളാകുന്ന ജാമ്പവതിയെ ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്തു. യാത്രയായി ഭഗവാൻ തിരിച്ചു വരുന്നത് കാണാനില്ല. 10-21 ദിവസം ഗുഹയുടെ ഉള്ളിൽ കയറി കാണാനില്ല എന്ന് കണ്ടപ്പോൾ യാദവന്മാരെല്ലാം മടങ്ങിപ്പോയി. അപ്പോഴാണ് ഗർഗമഹർഷിയോട് ചോദിച്ചുകൊണ്ട് അവിടെ ആ വസുദേവർ ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് താൻ മുമ്പേ തനിക്ക് പുത്രൻ ജനിക്കാൻ വേണ്ടി ഗർഗോപദേശപ്രകാരം ദുർഗാഭഗവതിയെ ഭജിച്ചിട്ടുണ്ട്. ദുഃഖങ്ങളെല്ലാം വരുമ്പോൾ ദുർഗാഭഗവതിയെ ഭജിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ആ ദുർഗാഭഗവതിയെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, നമുക്കെല്ലാവർക്കും അങ്ങനെയാണ്, ആപത്കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം എന്നാണ് കാക്കശ്ശേരി ഭട്ടതിരി പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വാമിജി ഇന്നലെ പറയേണ്ടായി ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യണം എന്നുള്ളത്. ദേവിയുടെ 1000 പേരുകൾ അത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വരുന്നതാണ്. ഹയഗ്രീവൻ അഗസ്ത്യനായിട്ടുള്ള സംവാദത്തിൽ വരുന്നൊരു കാര്യമാണ്. 2 ഋഷിമാർ തമ്മിൽ സംവദിക്കുമ്പോൾ ആരാണ് ആ മന്ത്രത്തിൻ്റെ അതിദേവതമാരെ പ്രകീർത്തിക്കുന്ന ഋഷിമാർ? നമ്മളെല്ലാം ഒരു മന്ത്രം ചൊല്ലുമ്പോൾ, ഒരു നാമം ചൊല്ലുമ്പോൾ അതിൻ്റെ ദാർശനികനായിട്ടുള്ളൊരു ഋഷിയെ സ്മരിക്കണം, അല്ലേ? ആ ഋഷിയെ എവിടെയാണ് നമ്മൾ സ്മരിക്കുക? ശിരസ്സിൽ. സാധാരണ പൂജ കഴിക്കുമ്പോൾ മൂലമന്ത്രമെല്ലാം ചൊല്ലുമ്പോൾ പൂജാരിമാർ ശിരസ്സിൽ, മേൽച്ചുണ്ടിൽ, ഹൃദയത്തിലൊക്കെ കൈകൾ വയ്ക്കും, അല്ലേ? ന്യാസം എന്നാണ് പറയുക, ന്യസിക്കുക. അപ്പോൾ ഋഷിയെ എവിടെയാണ് ന്യസിക്കുക? നമ്മൾ ശിരസ്സിൽ. നമ്മുടെ കുട്ടികളെല്ലാം അമ്പലത്തിൽ വന്ന് തൊഴുന്ന സമയത്ത് ആ ദേവൻ്റെ മൂലമന്ത്രം ഏതാണ്, ആ ദേവൻ്റെ ധ്യാനം ഏതാണ്, ആ ദേവൻ്റെ സ്വഭാവമനുസരിച്ചുള്ള സ്തുതി എന്താണ്, അതല്ലെങ്കിൽ ആ ദേവൻ്റെ നാമം ഏതാണ് എന്നൊന്നും അറിയാതെ ക്ഷേത്ര ദർശനമോ ദേവദർശനമോ ചെയ്തു കഴിഞ്ഞാൽ ആ ദേവൻ നമ്മളിൽ പ്രസാദിക്കുമോ? ഇല്ല. അപ്പോൾ ആ മൂർത്തിക്ക് അനുയോജ്യമായിട്ടുള്ള ആ മന്ത്രങ്ങൾ എല്ലാം ദാർശനികനായിട്ടുള്ള ഒരാൾ അവിടെ ദർശിച്ചു വെച്ചിട്ടുണ്ടാവും. അതാണ് നമ്മൾ പ്രകീർത്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഋഷിയെ നമ്മൾ ശിരസ്സിലാണ് സ്പർശിക്കുക. അപ്പോൾ ആരാണ് ലളിതാദേവിയെ ഉപാസിച്ചാൽ? വശിന്യാദി വാഗ്ദേവതകൾ എന്ന് പറയുന്നതായിട്ടുള്ള ഋഷിമാരാണ്. അവർ വശിന്യാദി വാഗ്ദേവതകൾ എന്ന് പറയുന്നത് ഒരു സമൂഹം ഋഷിമാരാണ്, ഒരാളൊറ്റയ്ക്കല്ല അത് ദർശിച്ചത്. അങ്ങനെ ആ ലളിതാ സഹസ്രനാമത്തിൽ 1000 നാമങ്ങളും ദർശിച്ച ഋഷിമാരാണ് വശിന്യാദി വാഗ്ദേവതകൾ, വാക്കിൻ്റെ അതിദേവതമാരായിട്ടുള്ള ഋഷിമാരാണ്. അതാരാണ്? സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്ന അകാരാദിസ്വരങ്ങൾ. നമുക്ക് ഉച്ചരിക്കണമെങ്കിൽ സ്വരാക്ഷരങ്ങൾ വേണ്ടേ?
മാത്രമല്ല വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്യങ്ങളെല്ലാം ചേർത്ത് പറയണമെങ്കിൽ എന്ത് വേണം? വ്യഞ്ജനാക്ഷരങ്ങൾ വേണം. അങ്ങനെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാലോ ഇടയ്ക്ക് ചില ശേപസ്വരങ്ങൾ, ചില ഉഷ്മാക്കൾ മുതലായിട്ടതെല്ലാം വേണം. ചില്ലക്ഷരങ്ങൾ അതെല്ലാം പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം അതിദേവതമാരാണ് ആ ഋഷിമാരായിട്ടുള്ളവർ. അവരാണ് ഉപാസിച്ചത്. അകാരാദിസ്വരങ്ങൾക്കൊരു ദേവത, കവർഗത്തിന്, ചവർഗത്തിന്, ടവർഗത്തിന്, തവർഗത്തിന്, പവർഗത്തിന്, ഇങ്ങനെ 5 സമൂഹ ദേവതമാർ, 1 സ്വരാക്ഷരങ്ങളുടെ 6 ദേവതമാർ, ഉഷ്മാക്കൾ എന്ന് പറയുന്ന ശേപസ്വരങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള 2 കൂട്ടം ദേവതമാർ, ഇങ്ങനെ 8 പേരാണ് വശിന്യാദി വാഗ്ദേവതകൾ. അവരാണ് ആരെ ഉപാസിക്കുന്നത്? ലളിതാദേവിയെ ഉപാസിക്കുന്നത്. അങ്ങനെ ആ ലളിതാ സഹസ്രനാമം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മളിവിടെ എല്ലാവരും ചേർന്ന് ഉച്ചരിക്കണമെന്ന് സ്വാമിജി വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 12 മണിക്ക് ലളിതാ സഹസ്രനാമം. കൂടാതെ ഇന്ന് ലോക മാനവിക ദിനം എന്ന് പറയുന്നത് പോലെ വളരെ ശ്രേയസ്കരമായിട്ടൊരു കാര്യം അനുഷ്ഠിക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് 10 ആവുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായ നാരായണീയത്തിലെ 100ാമത്തെ ദശകം അതെല്ലാവരും ചേർന്ന് ഇവിടെ പാരായണം ചെയ്യണം. ഈ 2 കാര്യവും സ്വാമിജി കാലത്ത് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ 10:10 ഇവിടെ നാരായണീയം 100ാം ദശകം ഉച്ചരിക്കണം. 12 മണിക്ക് ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യണം. അപ്പോൾ ആ ലളിതാദേവിയെ ഉപാസിക്കുക എന്ന് പറയുന്നത്, കുട്ടികളെല്ലാവരും ഉപാസിക്കണം എന്ന് പറയുന്നത് വിദ്യയുടെ ദേവതമാരായിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനിയാണ് ശ്രീ ലളിതാദേവി. ആ ലളിതോപാഖ്യാനത്തിൽ ലളിതോപാസന ചെയ്യുന്നതായിട്ടുള്ള അഗസ്ത്യാദി മഹർഷിമാർ ഹയഗ്രീവനോട്, ഹയഗ്രീവൻ വലിയ വേദപണ്ഡിതനാണ്. അപ്പോൾ അതുകൊണ്ട് ഹയത്തിൻ്റെ മുഖമുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയത്തിനെ പോലെ സംസാരിക്കുന്ന ആളെന്നല്ല. ഹയശബ്ദം, അശ്വശബ്ദം, വാജി ശബ്ദം ഇതെല്ലാം വൈദിക സാഹിത്യങ്ങളിൽ പലതരത്തിലാണ് പറയുക. ഹയം എന്ന ശബ്ദം ദേവന്മാരുടെ തുല്യമുള്ളതായിട്ടുള്ള ഒരു വാഹനം, അല്ലെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാൻ അവരുടെ ഗമന പന്ഥാവിൽ വരുന്നതായിട്ടൊരു കാര്യമാണ് ഹയശബ്ദം. നമുക്കെല്ലാവർക്കും എന്താണ്? മനുഷ്യന് അശ്വശബ്ദം. അങ്ങനെ അശ്വശബ്ദത്തെ പോലെ ശ്വഹ എന്നുള്ള ശബ്ദത്തിന് എന്താണ്? നമ്മൾ നാളെ, സംസ്കൃതത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അശ്വഹ നാളെ ഇല്ലാത്തത്. നമ്മുടെ ശരീരം അങ്ങനെയല്ലേ, നാളെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നാളെ ഇല്ലാത്ത തരത്തിലുള്ളതായിട്ടുള്ള അശ്വഹ. അതുകൊണ്ട് അതിലാണ് ആരുടെ സഞ്ചാരം? ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടല്ലേ നമ്മൾ. അശ്വഹ എന്ന് പറഞ്ഞാൽ ശ്വഹ, നാളെ ഇല്ലാത്തത്. അപ്പോൾ അതല്ലാതെ കുതിരയെ വെട്ടി ഹോമിക്കലൊന്നുമല്ല, നമ്മളെ തന്നെ സമർപ്പിക്കലാണ് അവിടെ അശ്വമേധം പറയുന്ന വാജിമേധം മുതലായിട്ടുള്ളത്. അപ്പോൾ വാജി എന്നുള്ള ശബ്ദം, ഹയം എന്ന ശബ്ദം, അശ്വം എന്ന ശബ്ദം, അർവാക്ക് എന്ന ശബ്ദം, ഇതെല്ലാം ഒരേ വാഹനത്തെ പറയുന്നതാണ്. അർവാക്കാർക്ക് വേണ്ടിയിട്ടാണ്, അത് പാതാളത്തിൽ കഴിയുന്നതായിട്ടുള്ള അസുരന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ 3 ലോകങ്ങളിലേക്കും പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ഭൂമിയും ഭൂമിയുടെ ബഹിമാനമായിട്ടുള്ള അന്തരീക്ഷവും അതിൻ്റെ ബഹിമാനമായിട്ടുള്ള സ്വർ എന്നുള്ള വ്യാഹൃതിയും പ്രവേശിക്കണമെങ്കിൽ ഈ വിധത്തിലുള്ളതായിട്ടുള്ള ഉപാധികളാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് അവിടെ ഹയഗ്രീവൻ എന്ന് പറയുന്ന മഹാജ്ഞാനദേവതയാണ്. അദ്ദേഹമാണ് ലളിതാദേവിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ദേവിയെ ഉപാസിക്കണം. ഗോപികമാർ കാത്യായനി വ്രതമല്ലേ അനുഷ്ഠിച്ചത്? അതേപോലെ തന്നെയല്ലേ ഗർഗമഹർഷി ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നതിന് മുമ്പേ മക്കളെല്ലാം മരിച്ചു പോകുമെന്ന് കേട്ടപ്പോൾ തൻ്റെ കുലദേവതയായിട്ടുള്ള ദുർഗാദേവിയെ ഗർഗമഹർഷിയുടെ ഉപദേശപ്രകാരം ഭജിക്കുന്നുണ്ട്. അതുപോലെയാണ് ഗർഗൻ ഇവിടെയും. ശ്രീകൃഷ്ണനെ കാണാനില്ലല്ലോ. അഷ്ടമനായിട്ടുള്ള ശ്രീകൃഷ്ണചന്ദ്രൻ ജനിക്കാൻ തന്നെ കാരണമായത് ദുർഗാദേവിയെ ഭജിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഭജിക്കുകയാണ്. നമ്മുടെ എല്ലാം ധർമ്മദൈവം പ്രസാദിച്ചേ കുളിർപ്പൂ തറവാടുകൾ എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും നമ്മുടെ പരദേവത എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ദേവിയായിരിക്കും. ആ ദേവിയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. നമ്മുടെ പൂർവികന്മാരെല്ലാം ഉപാസിച്ചത് കേരളത്തിലെ പരക്കെ എല്ലാ കുടുംബങ്ങൾക്കും പരദേവതയായിട്ടുള്ള ദേവിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗർഗമഹർഷിയുടെ ഉപദേശപ്രകാരം വസുദേവരെ ദുർഗാപതി ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ എവിടേക്കാണ് പോയിരിക്കുന്നത്? സമന്തകമണി തേടി പോയിരിക്കുകയാണ്. തിരിച്ചു വന്ന് ജാമ്പവതിയെ കൊണ്ടുവന്നാക്കി സമന്തകമണി സത്രാജിത്തിൻ്റെ ഗൃഹത്തിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടു ഭഗവാൻ. അവിടെ ചെന്നപ്പോഴാണ് സത്രാജിത്ത് വിചാരിക്കുകയാണ്, ഞാൻ തന്നെ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണനാണ് എൻ്റെ അനിയനെ കൊന്നത് എന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ്. ഇനി ശ്രീകൃഷ്ണൻ്റെ അപകീർത്തി ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ആര് പ്രവർത്തിക്കണം? ഞാൻ തന്നെ പ്രവർത്തിക്കണം. അപ്പം അതുകൊണ്ട് തൻ്റെ സത്യഭാമയെ കൊടുത്തു. താൻ ബന്ധുവാണ് ശ്രീകൃഷ്ണൻ്റെ എന്ന് വരുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ സത്രാജിത്ത് തൻ്റെ മകളാകുന്ന സത്യഭാമയെ ശ്രീകൃഷ്ണ ഭഗവാന് കൊടുത്തു. സത്യത്തിൽ ഭഗവാൻ ഏത് രത്നത്തെ തേടിയാണ് പോയത്? സമന്തകമണിയെ തേടി. പക്ഷേ ഭഗവാൻ അത് കൊണ്ടുപോയി കൊടുത്തപ്പോഴോ എല്ലാ സ്ഥലത്തു നിന്നും ഓരോ സ്ത്രീരത്നങ്ങളെ ലഭിച്ചു. അങ്ങനെ ജാമ്പവതിയാകുന്ന സത്യഭാമയാകുന്ന 2 സ്ത്രീരത്നങ്ങളെ തൻ്റെ പത്നിമാരായിട്ട് ഭഗവാൻ കൂട്ടി. സത്യത്തിൽ എല്ലാവരും പറയാൻ തുടങ്ങി, ശ്രീകൃഷ്ണൻ ഭൂമിയിലുള്ളപ്പോഴേ ഈ രാജകുമാരന്മാർക്കൊന്നും പെൺകുട്ടികളെ കിട്ടില്ല കേട്ടോ. എന്താ കാരണം? ആർക്കാണ് രുക്മിണി ദേവിയെ നിശ്ചയിച്ചത്? രുക്മി ശിശുപാലന്. എന്നിട്ട് കൊണ്ടുപോയതോ ശ്രീകൃഷ്ണൻ. അതല്ലേ അവിടെ രാക്ഷസവിധേന എന്ന് പറയാൻ കാരണം? രാക്ഷസവിധി എന്ന് ഭഗവാന്റെ വിവാഹത്തെ പറഞ്ഞപ്പോഴാണ് പരീക്ഷിച്ച് ചോദിക്കുന്നത്,
ഇതെന്താ മറ്റ് മാർഗങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഭഗവാൻ ഈ രാക്ഷസവിധി തിരഞ്ഞെടുത്തത് വിവാഹത്തിന് വേണ്ടിയിട്ട്? രാജാക്കന്മാർക്ക് അങ്ങനെയല്ല. ശൗര്യശുൽക്കം, സനിബന്ധനം, ഇച്ഛാസ്വയംവരം, ഗാന്ധർവം, ഇങ്ങനെ പൈശാചികം, കുറേ രീതികൾ പറയുന്നുണ്ട്. 6-7 തരത്തിലുള്ള വിവാഹങ്ങളെ പറയുന്നുണ്ട്. അപ്പോൾ സ്വയംവരം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ബയോഡാറ്റകളും അവിടെ മുമ്പേ കൊടുക്കണം. എന്നിട്ട് ഗുണഗണങ്ങളെ പറയുമ്പോൾ പെൺകുട്ടിക്ക് ആരിലാണോ ഇഷ്ടം തോന്നുന്നത് അവരെ വരിക്കും. മറ്റൊന്നോ ഗാന്ധർവം, അതാണ് പ്രണയമായിട്ട് വിവാഹം കഴിക്കുക, ഇഷ്ടമായിട്ട്. ദുഷ്യന്തൻ ശകുന്തളയെല്ലാം വിവാഹം കഴിക്കുന്നത് പോലെ. അപ്പോൾ അങ്ങനെ പ്രണയമായിട്ട് വിവാഹം കഴിക്കാം. സനിബന്ധനം, അതെന്താണ്? എന്തെങ്കിലും വ്യവസ്ഥകൾ വെച്ച് അത് നിറവേറ്റുന്നവരെ ഒന്ന് കൊണ്ടുപോവുക. അതല്ലെങ്കിലോ ശൗര്യശുൽക്കം, ശൂരന്മാരായിട്ടുള്ളവർ മറ്റുള്ളവരെയൊക്കെ ജയിച്ചുകൊണ്ട് പെൺകുട്ടിയെ കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള വിധികളെല്ലാം വിട്ട് പൈശാചികം എന്ന് പറയുന്നതോ ബലാത്കാരേണ ചെയ്യുന്ന കാര്യമാണ്. അത് ഒരിക്കലും വിധിയായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ രാക്ഷസവിധി എന്ന് പറയാൻ കാരണം എന്താണ്? ഒരാൾക്ക് നിശ്ചയിക്കുക, എന്നിട്ട് വേറൊരാൾ കൊണ്ടുപോവുക. ശിശുപാലനെ നിശ്ചയിക്കുക, എന്നിട്ട് ശ്രേഷ്ഠ പോകാൻ കൊണ്ടുപോവുക. അതാണ് രാക്ഷസവിധി എന്ന് പറയാൻ കാരണം. എന്നിട്ട് പറയുകയാണ് ഇവിടെ ആ 2 രത്നങ്ങളെ, സ്ത്രീരത്നങ്ങളെ കൊണ്ടുവന്നു. പക്ഷേ സമന്തകമണി അത് സത്രാജിത്തിന് തന്നെ കൊടുത്തു. പക്ഷേ എല്ലാവരും പറയാൻ തുടങ്ങി, ഇനി ആർക്കും പെൺകുട്ടികളെ കിട്ടില്ല കേട്ടോ, എല്ലാം ശ്രീകൃഷ്ണനെ കിട്ടൂ. അപ്പോഴാണ് ആർക്കാണ് സത്യത്തിൽ ശതധന്വാവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. ആരെ? സത്യഭാമയെ. ആ ശതധന്വാവ് കൃപര്, അക്രൂര മഹാശയൻ മുതലായിട്ടുള്ളവരൊക്കെ പറഞ്ഞു, അല്ല പെൺകുട്ടിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങക്ക് ആ സ്ത്രീധനമെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാമല്ലോ. സ്ത്രീക്ക് എന്താ ധനമായിട്ട് കൊടുക്കുക? അദ്ദേഹം കൊടുക്കുക വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഏറ്റവും അമൂല്യമായിട്ടുള്ള രത്നം അല്ലേ. അപ്പോൾ എന്നാൽ അതെങ്കിലും കൊണ്ടുവന്നൂടെ? അതെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഉണർന്ന സത്രാജിത്തിനെ ശതധന്വാവ് നിഗ്രഹിച്ചു. അങ്ങനെ വധിച്ചുകൊണ്ട് ആ രത്നത്തെ തൻ്റെ കയ്യിലാക്കി. ശതധന്വാവ് ഇത് മോഷ്ടിച്ചുകൊണ്ട് കൃപരോടും അതുപോലെ തന്നെ കൃതവർമാവിനോടും അക്രൂര മഹാശയനോടൊക്കെ ഈ കാര്യം പറഞ്ഞു, ഞങ്ങളാരെയും കൊണ്ടുവരാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ആരെങ്കിലും വധിച്ചിട്ട് വേണോ അത് മോഷ്ടിക്കാൻ? അപ്പോൾ അത് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണൻ അസ്കിതയാവും. അതുകൊണ്ട് ഞങ്ങളൊന്നും അതിന് കൂട്ടു നിൽക്കില്ല. ഉടനെ എന്ത് ചെയ്തു? അക്രൂര മഹാശയൻ്റെ പടിക്കൽ വലിച്ചെറിഞ്ഞു. നിങ്ങളെല്ലാം പറഞ്ഞിട്ടല്ലേ ഞാനിത് ചെയ്തത്, ഇപ്പോൾ നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ല. നമ്മളങ്ങനെയാണ്. അന്യരോടുപദേശിക്കാൻ മിടുക്കുള്ളവരേവരും തൻ കാര്യത്തോടെടുക്കുമ്പോൾ കാണാം ഭാവപ്പകർച്ചകൾ. തൻ്റെ കാര്യം വരുമ്പോൾ വേറെ ഒന്നായിരിക്കും. അപ്പോൾ എല്ലാവരും വിട്ടപ്പോൾ താനാ രത്നത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി. അങ്ങനെ ദ്വാരകയിലെ ഈ സമയത്ത് പലവിധ ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാമാണ്? പല വിധമുള്ള അസുഖങ്ങൾ, പല ജ്വരങ്ങളും വന്നുവിട്ടു. തക്കാളിപ്പനി, വഴുതനങ്ങപ്പനി എന്ന് പറഞ്ഞതുപോലെ പല പനികൾ, ജലദോഷം, എല്ലാവർക്കും കാലക്കേട്. അപ്പോൾ ചിലവരൊക്കെ പറയാൻ തുടങ്ങി, അല്ലെങ്കിലും നല്ല ആൾക്കാരൊക്കെ നാട്ടിൽ നിന്ന് പോയാൽ അങ്ങനെയാണ്. ആരാ നല്ല ആൾ നാട്ടിൽ നിന്ന് പോയത്? അക്രൂര മഹാശയൻ ഈ പടിക്കൽ രത്നം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ, ഇതിവിടെ അന്നന്ന് 8 ഭാരം സ്വർണം തന്നു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ മനസ്സിലാക്കില്ലേ എൻ്റെ ഗൃഹത്തിൽ ഐശ്വര്യം വന്നത് എവിടുന്നാന്നുള്ളത്. അതുകൊണ്ട് ഇതെടുത്ത് കാശിക്ക് പോയി. അക്രൂര മഹാശയൻ കാശിയിൽ പോയിട്ട് ഒരു ആശ്രമമൊക്കെ കെട്ടി സന്യാസിയെ പോലെ അവിടെ ഇരിക്കുകയാണ്, അനേക ദ്രവ്യങ്ങളെ ദാനം ചെയ്യുന്ന സന്യാസിയെ പോലെ. അപ്പോൾ അക്രൂര മഹാശയൻ്റെ അച്ഛനാരാണ്? ശൊബൽക്കൻ അവിടേക്ക് വന്നത് തന്നെ എന്തിനാണ്? കാശിരാജ്യത്ത് മഴയില്ലാതെയായപ്പോൾ കാശിരാജാവ് ശൊബൽക്കനെ കൊണ്ടുവന്നിട്ടാണ്. എങ്ങനെയാണോ വിഭാണ്ഡകൻ്റെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഖനെ കൊണ്ടുവന്നപ്പോൾ രാജ്യത്ത് മഴ പെയ്തത്, അതുപോലെ ശൊബൽക്കൻ വന്നപ്പോൾ മഴ പെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ആര്? അക്രൂര മഹാശയൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ യഥാർത്ഥ ഗുരുവായിരിക്കേണ്ടത് നന്ദഗോപരുടെ ഗുരുവായിട്ടുള്ള ആളാണ് അല്ലേ. നന്ദഗോപരുടെ ഗൃഹത്തിൽ ആരാണ്? ശാണ്ഡില്യ മഹർഷിയാണ് അവരുടെ കുലഗുരു. പക്ഷേ നാമകരണം മുതലായിട്ടുള്ളതൊക്കെ ആരാണ് ചെയ്തത്? ഭഗവാന് ഗർഗ മഹർഷി. അത് ആരുടെ ആചാര്യനാണ്? യാദവന്മാരുടെ ആചാര്യനാണ്. അങ്ങനെ നന്ദഗോപരുടെ ശാണ്ഡില്യ മഹർഷിയെ വിട്ട് ഭഗവാൻ യാദവന്മാരുടെ ആചാര്യൻ ഗർഗനെ കൊണ്ടാണ് നാമകരണവും ജാതകർമ്മവും എല്ലാം ചെയ്തത്. ഗർഗ മഹർഷി വലിയ ജ്യോതിഷിയാണ്, ജ്യോതിഷ പണ്ഡിതനാണ്, ഗ്രഹങ്ങളുടെ സൂക്ഷ്മത അറിയാവുന്നവനാണ്, ദൈവജ്ഞൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ദൈവജ്ഞനായിട്ടുള്ള ആളാണ് പരാശരൻ, ഗർഗൻ. അവരൊക്കെ അത്യത്ഭുതമായിട്ടുള്ള ജ്യോതിഷ ഗ്രന്ഥങ്ങൾ, ജ്യോതിഷ ശാസ്ത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ ജാതകർമ്മം ചെയ്ത ആൾ തന്നെ മറ്റൊരാളാണ്, നാമകരണം ചെയ്ത ആൾ മറ്റാളാണ്. ഇങ്ങനെ ഭഗവാൻ തനിക്ക് ഇന്ന ആളെന്നില്ല, എല്ലാവരും എനിക്ക് സ്വീകാര്യമാണ്. പക്ഷേ ഭഗവാന്റെ ലോകത്ത് താൻ അക്രൂര മഹാശയൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്, ശുബൽക്കൻ്റെ പുത്രനായിട്ടുള്ള ആൾ, പുണ്യവാനായിട്ടുള്ള ആളില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ സത്യത്തിൽ ഭഗവാൻ തൻ്റെ ഗൃഹത്തിൽ നിന്ന് ഇതാരാണ് കൊണ്ടുപോയത്? സത്യഭാമ കരയണ കേട്ടപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് കൊണ്ടുപോയത് വേറെ ആരുമല്ല, ശതധന്വാവാണ്. ശതധന്വാവിനെ പിന്തുടർന്നുകൊണ്ട് അശ്വാരൂഢനായിട്ടുള്ള ആളെ പിടിക്കുമെന്നായ സമയത്ത് ആ കുതിരയെ ഉപേക്ഷിച്ചുകൊണ്ട് ഓടി. പക്ഷേ ഭഗവാൻ കടന്നു പിടിച്ചു. എന്നിട്ടോ വസ്ത്രാഞ്ചലത്തിലെല്ലാം തിരഞ്ഞു.
ശതധന്വാവിൻ്റെ വസ്ത്രത്തിലൊന്നും കാണാനില്ല. ഉണ്ടെങ്കിൽ കയ്യിലുണ്ടാവണ്ടേ. അപ്പോഴാണ് ബലഭദ്രസ്വാമി ചോദിച്ചത്, കൃഷ്ണ, നീ ഇത് മുമ്പ് തന്നെ മാറ്റി വെച്ചിട്ട് എന്നെയും പറ്റിക്കാൻ വേണ്ടി പറയുകയാണോ? നീ അല്ലെങ്കിലും അതേ വീട്ടിൽ പത്നിമാർ വന്നപ്പോൾ എന്നോടൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് നിൽക്കുന്നില്ല. അങ്ങനെ ഏട്ടൻ അവിടെ നിന്ന് തീർത്ഥയാത്രയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ദ്വാരകാപുരി വിട്ട് പോയി. അപ്പോൾ പുണ്യാത്മാക്കളായിട്ടുള്ള തപസ്സികളെ പോലെ ബലഭദ്രസ്വാമി അക്രൂര മഹാശയനൊക്കെ പോയത് കൊണ്ടാണ് ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളെ കൊണ്ട് ഇവിടെ ദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. ഭരിക്കുന്ന ആൾ നന്നല്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. ഭഗവാൻ വിചാരിച്ചു, ഇതെവിടേക്കാവും പോയിട്ടുണ്ടാവുക? കൊന്നപ്പോഴും എവിടുന്നും കിട്ടിയിട്ടില്ല. ശതധന്വാവിനെ നിഗ്രഹിച്ചിട്ടും വസ്ത്രങ്ങളിൽ തിരഞ്ഞിട്ടും ഒന്നും രത്നം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് കാശി രാജ്യത്തൊരു സന്യാസി ദാനം ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ. ഭഗവാൻ അവിടെ ചെന്നപ്പോഴാണ് അക്രൂര മഹാശയനാണ്. അപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ അക്രൂര മഹാശയൻ പറഞ്ഞു, എന്നെ മനസ്സിലായി എന്ന് എനിക്കറിയാം, ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ കഥകളെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ പോയി പറഞ്ഞാൽ മതി, സമന്തമണിയും കൊണ്ടുപോയിക്കോളൂ. ഭഗവാൻ പറഞ്ഞത് ഞാൻ പറയേണ്ട, അക്രൂരമാവൻ തന്നെ അവിടെ വന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അക്രൂര മഹാശയനെ തിരിച്ചു കൊണ്ടുവന്ന് ഉഗ്രസേന മഹാരാജാവിൻ്റെ രാജസഭയിൽ വെച്ച് സമന്തകത്തിൻ്റെ കഥ മുഴുവൻ പറയുണ്ടായി. ആരാണോ ഈ കഥ കേൾക്കുന്നത് അവർക്ക് സകല വിധത്തിലുള്ളതായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള ദോഷങ്ങളും തീർന്നു കിട്ടുമെന്ന് ശ്രീശുഖ ബ്രഹ്മർഷി തന്നെ അതിൻ്റെ ബലശ്രുതിയിൽ പറഞ്ഞു വെച്ചു. ശ്രീശുഖ ബ്രഹ്മർഷി പല സമയത്തും പല മൂർത്തികളെയും നമസ്കരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്ക്. അതെന്താണ്? ഒരിക്കൽ വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം, മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം, എന്തിന് ശങ്കരമോഹന സമയത്ത് മോഹിനീ സ്വരൂപനായിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അങ്ങനെ അപൂർവ സമയങ്ങളിലാണ് ഭാഗവതത്തിൽ ശ്രീശുഖ ബ്രഹ്മർഷി ഭഗവാനെ നമസ്കരിക്കുന്നത്. എന്താണ് കാരണം? നമ്മൾ നമസ്കരിക്കണം. മാത്രമല്ല നമ്മളങ്ങനെ ചിരിക്കാണ്ട് ബലം പിടിച്ചിരിക്കണം എന്നൊന്നും ഭാഗവതം പറയുന്നില്ല. പക്ഷെ എപ്പോഴും ചിരിക്കാനും പാടില്ല. ചില സമയത്ത് ശ്രീശുഖ ബ്രഹ്മർഷി തന്നെ ചിരിച്ചിട്ടെടുത്തേ. ജിഹാസസ. എപ്പോഴാണ് ചിരിച്ചത് ശ്രീശുഖ ബ്രഹ്മർഷി? ദേവന്മാർ പരീക്ഷത്തിനുള്ള അമൃത് ഞങ്ങൾ തരാട്ടോ, അവിടുത്തെ ദേഹം രക്ഷിക്കണം എന്നല്ലേ ഉള്ളൂ, ഇത് കൊണ്ടുപോക്കോളൂ, പക്ഷേ അവിടുത്തെ ഭാഗവതം ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവന്മാർ ചോദിച്ചപ്പോൾ, ഈ അമൃത് കൊടുത്താൽ അത് കിട്ടുമെന്ന് വിചാരിക്കുന്ന എന്ത് ബുദ്ധിയാണ്? കച്ചവട ബുദ്ധി. ഇത് കൊടുത്ത് അത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതങ്ങനെ ലഭിക്കുന്നതല്ല. അത് കേട്ടപ്പോൾ ദേവന്മാരുടെ കച്ചവട മനസ്ഥിതി കണ്ട സമയത്ത് ശ്രീശുഖ ബ്രഹ്മർഷി പതുക്കെ ചിരിച്ചു. പക്ഷേ ഭഗവാനോ വിജിഹാസസ. ശ്രീമദ് ഭാഗവതം പറയുകയാണ്, പൗണ്ഡ്രക വാസുദേവൻ തൻ്റെ വേഷം കെട്ടി വന്ന സമയത്ത് ഭഗവാൻ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ അപൂർവ സമയങ്ങളിലാണ് ഭഗവാനും ശ്രീശുഖ ബ്രഹ്മർഷിക്ക് ഭാഗവതത്തിൽ ചിരിച്ചു എന്ന് പറയുന്നത്. നമുക്കെല്ലാം ഭാഗവതം എപ്പോഴും രസിക്കാനും ചിരിക്കാനും തമാശ പറയാനുള്ള ഗ്രന്ഥമായിട്ട് മാറ്റിയെടുത്താൽ അത് ഭാഗവതത്തോടുള്ള ധർമ്മമായി തീരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ അറിയണമെങ്കിൽ ഭഗവാന്റെ ഓരോ ദിവസത്തെ ദിനചര്യകളും ഭാഗവതം പ്രത്യേകമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു അധ്യായത്തിൽ ഭഗവാൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വരെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ അവിടെ ചെന്ന് ശതധന്വാവിനെ നിഗ്രഹിച്ച് തിരിച്ചു വന്നപ്പോൾ ഏട്ടൻ അവിടെ ഇല്ല, അക്രമകാശൻ ഇല്ല. അക്രമകാശൻ ഇതെല്ലാം വന്ന് പറഞ്ഞപ്പോൾ തൻ്റെ രാജ്യത്തുള്ള എല്ലാവർക്കും മനസ്സിലായി ശ്രീകൃഷ്ണ ഭഗവാനല്ല കൊന്നത്, സത്രാജിത്തിനെ കൊന്നത്, സമന്തകമണി മോഷ്ടിച്ചത്. അങ്ങനെ അവസാനം അത് എവിടെ എത്തി? ഉഗ്രസേന മഹാരാജാവിൻ്റെ രാജധാനിയിൽ തന്നെ എത്തി. ഭഗവാൻ എവിടെയാണ് ആഗ്രഹിച്ചത്? ഉഗ്രസേന മഹാരാജാവിൻ്റെ രാജധാനിയിൽ നിന്ന് ജനങ്ങൾക്കെല്ലാം ലഭിക്കും. ഇതുപോലെയാണ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അത് ഭഗവത് അർപ്പണം ചെയ്യാതെ നമ്മുടെ ഭോഗത്തിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ തപസ് അധികകാലം പ്രകാശിക്കില്ല. അപ്പോൾ അത് നിരന്തരമായിട്ട് അതിനെ സ്വാധ്യായം ഉണ്ടായിരിക്കണം, അപ്പോഴേ അത് സാധിക്കുള്ളൂ. പിന്നീടാണ് അങ്ങനെ ഭഗവാൻ പിന്നീട് മറ്റ് സ്ത്രീകളെയൊക്കെ എങ്ങനെ വിവാഹം കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് പത്നിമാരോടുകൂടി ജാമ്പവതിയുണ്ട്, സത്യഭാമയുണ്ട്, രുക്മിണീ ദേവിയുണ്ട്. ദ്വാരകാപുരി എപ്പോഴെങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ എവിടേക്കും കൂട്ടിക്കൊണ്ടു പോകണില്ലേ എന്നൊക്കെ ചോദിക്കില്ലേ. അതുകൊണ്ട് ഭഗവാൻ ഗൃഹസ്ഥനെ പോലെ എന്ത് ചെയ്തു? ഹസ്തനാപുരത്തിലേക്ക് യാത്രയാകാം, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ധർമ്മപുത്ര മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ പത്നിമാരെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? നേരെ അർജുന മഹാശയനോടുകൂടി ജലാശയ തീരത്തേക്ക് വേട്ടയാടാനെന്നതുപോലെ കാഴ്ചകളെല്ലാം കാണാനെന്നതുപോലെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പോകുമ്പോഴാണ് കാളിന്തി എന്ന് പറയുന്നതായിട്ടുള്ള സൂര്യപുത്രി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒറ്റക്കാലിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുന മഹാശയൻ ചോദിച്ചു, ഇതെന്തിനാ അങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുന്നത്? അല്ല, ഞാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഭർത്താവാകണമെന്ന് വിചാരിച്ചുകൊണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, അതിനിങ്ങനെ ഒറ്റക്കാലം വന്നത് കണ്ട എൻ്റെ കൂട്ടുകാരനാണ്, ഞാൻ പറയാട്ടോ. അങ്ങനെ അർജുന മഹാശയൻ എന്ന് പറഞ്ഞു, അങ്ങേ കാത്തിരിക്കുന്നതായിട്ടുള്ള കാളിന്തയുണ്ട്, അവരെ സ്വീകരിക്കൂ. പിന്നീട് അവന്തിയിൽ രാജാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകള് മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷണ മുതലായിട്ടുള്ളവർ. ഒരാൾ ശൗര്യശുൽക്കം എന്നുള്ള ഭാഗമാണ് വെച്ചിരിക്കുന്നത്. 7 കാളകളെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ 7 കാളകളെ ഒരുമിച്ച് ബന്ധിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ 7 രൂപമെടുത്തുകൊണ്ട് തൻ്റെ ബന്ധുവായിട്ടുള്ള ആ പെൺകുട്ടിയെ മറ്റാർക്കും സാധിക്കാത്ത കാര്യം ഭഗവാൻ നിശ്ചയിച്ചുകൊണ്ട്
പിന്നെ ഒരു സ്ഥലത്തോ ആ വിവാഹം ചെയ്തതുപോലെ തന്നെ സനിബന്ധനം ചെയ്തിട്ടുണ്ട്. എന്താണ് സനിബന്ധനം ചെയ്തിരിക്കുന്നത്? അവിടെ സനിബന്ധനത്തിനെ വെച്ചിരിക്കുന്നത് ഒരു ലാക്കാണ്. അത് ആകാശത്തിൽ ഇങ്ങനെ വിളക്ക് പോലെ തൂക്കിയിട്ടിരിക്കുകയാണ്. അതിനെ ഒരു ചക്രം, തിരിയുന്നതായിട്ടുള്ള ചക്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോ ഒരു മത്സ്യമുണ്ട്. ആ മത്സ്യം ഈ ചക്രത്തിനെ തിരിച്ചലിൻ്റെ ഇടയിൽ നിന്ന് അസ്ത്രമയച്ച് താഴെയിരിക്കുന്ന ജലപാത്രത്തിലേക്ക് ആ മത്സ്യത്തെ വീഴ്ത്തണം. പക്ഷേ എവിടെ നോക്കിയാലാണ് കാണുക? മത്സ്യത്തിൻ്റെ നിഴൽ നോക്കിയിട്ട് അസ്ത്രം വയ്ക്കണം. നിഴൽ കാണാൻ പാകത്തിന് അടിഭാഗത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആര് വന്നാലും ലക്ഷ്യത്തിലേക്ക് നോക്കാതെ എങ്ങനെയാണ് അസ്ത്രം വയ്ക്കുക? ആർക്കും സാധിക്കുന്നില്ല. ഭഗവാൻ അപ്പോൾ നോക്കുമ്പോൾ ജലാശയത്തിൽ ആ മത്സ്യത്തിൻ്റെ കണ്ണ് ഈ ചക്രം തിരിഞ്ഞ് ഒരു ഭാഗത്ത് വരുമ്പോഴേ കാണും. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ കണ്ണ് വരുന്ന ഭാഗത്താണ് അതിൻ്റെ ഹോളെന്ന് മനസ്സിലായപ്പോൾ കൃത്യമായിട്ട് ജലാശയത്തിലേക്ക് നോക്കി, ജലപാത്രത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് അസ്ത്രത്തെ ഭേദിച്ച് ലാക്കിനെ മുറിച്ച് മത്സ്യത്തെ വെള്ളത്തിലേക്ക് ചാടിച്ച് ഭഗവാൻ ആ സനിബന്ധനം നിറവേറ്റി വിവാഹം കഴിച്ചു. ഇങ്ങനെ ഓരോരുത്തരെയും ഭഗവാൻ ഓരോ വ്യവസ്ഥകൾ നിർവഹിച്ചുകൊണ്ടാണ് 8 പത്നിമാരെ വിവാഹം കഴിച്ചത്. രുക്മിണി ദേവിയാകട്ടെ, സത്യഭാമയാകട്ടെ, ജാമ്പവതിയാകട്ടെ, മിത്രവിന്ദയാകട്ടെ, സത്യയാകട്ടെ, ഭദ്രയാകട്ടെ, ലക്ഷണയാകട്ടെ, ഇങ്ങനെ 8 പത്നിമാരെ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നീട് ഭഗവാൻ 16,000 ചില്ലാനം പേരെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. ചോദിച്ചു അതെങ്ങനെയാണ്? അത് മറ്റാരുമല്ല, പ്രാഗ്ജ്യോതിഷപുരം എന്ന് പറയുന്നതായിട്ടുള്ള ആ രാജ്യത്തിൻ്റെ അധിപതിയായിട്ടുള്ള നരകാസുരൻ. അദ്ദേഹം എന്ത് ചെയ്യും? തൻ്റെ രാജ്യത്ത് എല്ലാ വസ്തുക്കളും ശ്രേഷ്ഠമായിട്ടുള്ളതുണ്ടോ തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടു വയ്ക്കും. അപ്പോൾ ഈ രാജകുമാരിമാരൊക്കെ അതീവ സുന്ദരിമാരാണെന്ന് കണ്ടപ്പോൾ നരകാസുരൻ എന്ത് ചെയ്തു? എല്ലാവരെയും അപഹരിച്ച് അവിടേക്ക് കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാ രാജാക്കന്മാരുടെ മക്കളും നഷ്ടപ്പെട്ടിട്ടും നരകാസുരനായിട്ട് ആരും യുദ്ധത്തിന് പോവില്ല. നരകാസുരൻ്റെ പ്രാഗ്ജ്യോതിഷപുരത്തിൽ ഭൂമിപുത്രനായിട്ടുള്ള ആളാണ്. സകലവിധത്തിലുള്ള വൈഷ്ണവമായിട്ടുള്ള ആയുധങ്ങളുണ്ട്, തേജസ്സുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ സമയത്ത് നരകാസുരൻ എന്ത് ചെയ്തു? ദേവലോകത്ത് പോയി ദേവേന്ദ്രൻ്റെ അമ്മയാകുന്ന അതിഥി മാതാവിൻ്റെ ആ കുടയും കുണ്ടലവും എല്ലാം മോഷ്ടിച്ചു. എന്താണ് ആ കുടയുടെ പ്രത്യേകത? അതിലെപ്പോഴും ഇങ്ങനെ സെൻട്രലൈസ്ഡ് AC ആണ്. മാത്രമല്ല ആ കുണ്ടലമോ അനുനിമിഷം അതിനെ നമ്മളൊന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിറം മാറും. അപ്പോൾ വസ്ത്രത്തിന് അനുയോജ്യമായിട്ട് കുണ്ടലം അന്നന്ന് പുതിയത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതിഥി മാതാവിൻ്റെ കുണ്ടലം ഇങ്ങനെ പതുക്കം തിരിച്ചാൽ മതി. നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് വസ്ത്രമാണോ അണിഞ്ഞത് അതിൻ്റെ നിറം അത് നൽകും. ഇങ്ങനെ ആ ഛത്രത്തെയും കുണ്ടലത്തെയും അപഹരിച്ചു കൊണ്ടുപോയി നരകാസുരൻ. അപ്പോൾ ഇന്ദ്രൻ സങ്കടം പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാനോട്. ഉടനെ ഭഗവാൻ നരകാസുര വിജയത്തിന് പോകുമ്പോൾ തൻ്റെ സത്യഭാമയെ കൊണ്ടുപോയി. അങ്ങനെ ആ നരകാസുര വിജയം ചെയ്ത് സത്യഭാമയെ കൊണ്ടുപോകുമ്പോൾ മറ്റുള്ള പത്നിമാരൊക്കെ വിചാരിച്ചു ഇതെന്താ എവിടെയും രുക്മിണി ദേവിയാണല്ലോ കൊണ്ടുപോകാറുള്ളത്. അല്ല, ഇന്ന് സത്യഭാമ വരൂ. അങ്ങനെ ഭൂമി ദേവി ഒരു വരം വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ സാന്നിധ്യത്തിൽ അത് എൻ്റെ പുത്രനെ വധിക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ പ്രാഗ്ജ്യോതിഷപുരത്തിൽ ചെന്നു, നരകാസുര നിഗ്രഹം ചെയ്തു. അപ്പോഴാണ് ഭഗദത്തൻ പുത്രനായിട്ടുള്ള ആൾ എല്ലാ വസ്തുക്കളും കൊണ്ടുവന്ന് വെച്ചു. എല്ലാ വസ്തുക്കളും ഭഗദത്തൻ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഒന്ന് മാത്രം കൊടുത്തില്ല. അച്ഛന് കൊടുത്തതായിട്ടുള്ളൊരു വൈഷ്ണവായുധമുണ്ട്, അത് മാത്രം കൊടുത്തില്ല, ബാക്കിയെല്ലാം കൊടുത്തു. ഇങ്ങനെ ആ ഭഗദത്തൻ സമ്മാനിച്ചപ്പോഴോ ഇനിയുണ്ട് കേട്ടോ കുറേ. എന്താണ്? ഈ കവാടങ്ങളെല്ലാം തുറന്നപ്പോൾ രാജകുമാരിമാരൊക്കെ പുറത്തിറങ്ങി വരികയാണ്. മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടി വിസ്ത്രസകേശകളായി. അങ്ങനെ അവരെല്ലാം കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന പോലെ വരുന്നവർ പ്രാർത്ഥിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ഞങ്ങളെ ലോകത്തെല്ലാവരും അഭിസാരികമാരാണെന്ന് പറയും. എല്ലാവരും ഞങ്ങളെ ഉപദ്രവിക്കും. അതുകൊണ്ട് എങ്ങനെയൊക്കെ ജീവിച്ചവരാണെന്ന് കാണും, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഭർത്താവാണെന്ന് പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല. അങ്ങനെ യോഗാരൂഢനായിട്ടുള്ള ഭഗവാൻ അനേക രൂപങ്ങളെടുത്ത് നരകാസുരൻ്റെ കൊട്ടാരത്തിൽ വന്ന 16,000 ചിലാനം കന്യകമാരെയും വിവാഹം കഴിച്ചു. അങ്ങനെ 16,008, 16,108, 16,056 അങ്ങനെയൊക്കെ പല പുരാണങ്ങളിലും ഭഗവാന്റെ പത്നിമാർക്ക് സംഖ്യയ്ക്ക് വ്യത്യാസം കാണാം. പക്ഷേ 8 എന്നുള്ള സംഖ്യ അങ്ങനെ തന്നെയാണ്. അത് 8 എന്നുള്ളത് കടപയാതി സൂത്രപ്രകാരം ഉതാനൻ എന്ന പ്രാണൻ്റെ ഒരു സ്ഥാനമായിട്ട് കൂടിയാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാൻ തൻ്റെ ഈ അംശകലകളായിട്ടുള്ള മറ്റ് പ്രാണങ്ങളെ മുഴുവൻ തന്നോട് ചേർത്തു എന്ന് വേദാന്ത ഭാഷ്യപ്രകാരം പൂർവ്വസൂരികളായിട്ടുള്ള ഗുരുക്കന്മാരെല്ലാം പറയാറുണ്ട്. ഇങ്ങനെ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വന്നതായിട്ടുള്ളത് കഴിഞ്ഞ് കവചകുണ്ടലങ്ങൾ അതിഥി മാതാവിൻ്റെ കൊണ്ടുപോയി കൊടുക്കാൻ ദേവലോകത്ത് പോയി. അപ്പോൾ പോയപ്പോൾ ദേവേന്ദ്രൻ്റെ അടുത്ത് ഇതെല്ലാം കൊടുത്ത് വണങ്ങുമ്പോഴാണ് സത്യഭാമ പറയുന്നത് അതാ ഒരു പാരിജാത പുഷ്പം, ആ പുഷ്പത്തെ എനിക്ക് തരാൻ പറയൂ ഒരെണ്ണം. ഭഗവാൻ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അത് ഭൂമിയിലെ സ്ത്രീകൾക്ക് ചൂടാനുള്ളതല്ല കേട്ടോ, ദേവകന്യകമാർക്ക് ചൂടാനുള്ളതാണ്. കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്ത് നരകാസുരനെ നിഗ്രഹിച്ച് ഈ ഛത്രകുണ്ടലങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു പൂ പോലും ഭഗവാന് കൊടുക്കില്ല. ഇന്ദ്രനത് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് വേണമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് പറയുന്നത് ഒരു കമ്പ് ചോദിച്ചോളൂ, ഒരു ചെടിക്കമ്പ് കുത്തിയാലും പൂവുണ്ടാവുമല്ലോ ദ്വാരകയിലേക്ക് കൊണ്ടുപോകാൻ. പൂവ് എന്ന് മാത്രമല്ല ചെടി എന്ന് മാത്രമല്ല ഒന്നും തന്നേക്കില്ല.
അപ്പോൾ തൻ്റെ ഭക്ഷിതനാകുന്ന പന്നകാശന് സുവർണ്ണനുണ്ട്. ഭഗവാൻ നോക്കി. അപ്പോഴാണ് എങ്ങനെയാണോ ആഞ്ജനേയസ്വാമി ഒരു മരുന്നിന് വേണ്ടി ഒരു പർവ്വതത്തെ മുഴുവൻ പൊക്കിയത്, അതുപോലെ ഒരു പാരിജാത പുഷ്പത്തിന് വേണ്ടി ആ പാരിജാതത്തെ അങ്ങനെ ഗരുഡൻ ഭഗവാനെ കൊണ്ടുപോകുമ്പോൾ വലിച്ചെടുത്തുകൊണ്ട് ദ്വാരകാപുരിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പോയിട്ട് അതെല്ലാം നടുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അത് ഏട്ടനോട് പറഞ്ഞോളൂ കേട്ടോ നടാൻ. ഏട്ടൻ കർഷകനല്ലേ, കലപ്പ കയ്യിൽ വെച്ചപ്പോഴും നടക്കാറുണ്ടല്ലോ, അതുകൊണ്ട് നടാൻ ഏട്ടനെ ഏൽപ്പിച്ചു. അപ്പോഴാണ് നാരദ മഹർഷി എന്ന് പറഞ്ഞത്, ഇങ്ങനെ നേരെ നട്ട് കഴിഞ്ഞാൽ ദേവലോകത്ത് പോയിട്ട് പുഷ്പിച്ചാൽ കഷ്ടമല്ലേ, ഒന്ന് ചെരിച്ചു വെച്ചോളൂ, അപ്പോൾ ഭൂമിയിൽ പുഷ്പിക്കുമല്ലോ, കിട്ടൂലോ എന്ന് വിചാരിച്ചു. ചെരിച്ച് നട്ടപ്പോൾ എന്തായി, അത് രുക്മിണീ ഗ്രഹത്തിലാണ് പോയിട്ട് പുഷ്പിക്കുന്നത്. ശ്രീനാരദ മഹർഷി എന്ന് പറഞ്ഞു, വെള്ളമൊഴിക്കുക, വളടുക, അതൊക്കെ സത്യഭാമയുടെ പണിയാണ്. ഇവിടെ സുഖമായിട്ട് പൂവ് ഇങ്ങനെ പൊട്ടിച്ച് ചൂടുക, അത് രുക്മിണിയുടെ പണിയാണ്. എങ്ങാനും പഞ്ചായത്തിലൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ വീടിൻ്റെ ചില്ല, മരത്തിൻ്റെ ചില്ല എൻ്റെ വീട്ടിലേക്ക് വന്നു എന്ന് കംപ്ലയിൻറ്റ് ചെയ്താൽ മരം വെട്ടിക്കളയില്ലേ, അപ്പോൾ രുക്മിണിക്ക് എന്താ സ്ഥിതി, പിന്നെ പൂ കിട്ടില്ല. അവിടെ ചെന്നിട്ടോ, സത്യഭാമേ ഇവിടെ വെള്ളമൊഴിക്കുക, വളടുക, അതൊക്കെ ശുശ്രൂഷിക്കൽ മാത്രമേ ഉള്ളൂ, പൂ അപ്പുറത്തല്ലേ. ഇങ്ങനെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് തന്നെ സംശയമായി. അപ്പോഴാണ് ഭഗവാൻ വരുമ്പോൾ രണ്ടാളും മോങ്ങനപ്പിച്ചിരിക്കും. ഭഗവാൻ ചോദിച്ചു, ശ്രീനാരദ മഹർഷിയോടെ വന്നിട്ടുണ്ടായിരുന്നുല്ലേ. ശ്രീനാരദനൊരു പരീക്ഷ ഭഗവാൻ പിന്നീട് കൊടുത്തു, താൻ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആ കന്യകമാരുടെ പാണിഗ്രഹണമെല്ലാം കഴിഞ്ഞു. പിന്നീട് ഭഗവാന്റെ പുത്ര പരമ്പരയെ പറഞ്ഞു. അപ്പോഴാണ് ഭഗവാന്റെ മക്കൾ, ഓരോ പത്നിമാരിലും 10 മക്കളും, അവരിൽ ഓരോ പുത്രിമാരും, അങ്ങനെ അത്രയും പുത്രത്വം ലഭിച്ചതായിട്ടുള്ള വലിയ ഗൃഹസ്ഥനായിട്ടുള്ള ഭഗവാന്റെ അനിരുദ്ധൻ എന്ന പുത്രനെ കാണാനില്ല. ശ്രീനാരദ മഹർഷി വന്ന് ചോദിച്ചു, എവിടെയാണ് അനിരുദ്ധൻ? അപ്പോഴാണ് അനിരുദ്ധനെ കാണാനില്ലാണ്ടായിട്ട് 5-6 മാസമായിരിക്കണു. എവിടേക്കാണ് പോയത്? ബാണൻ്റെ കൊട്ടാരത്തിലാണ്. ബാണൻ്റെ കൊട്ടാരം എവിടെയാണ്? ശോണിതപുരം. ആ ശോണിതപുരം ബാണൻ്റെ കൊട്ടാരത്തിൽ എങ്ങനെയാണ് പോയി പെട്ടത്? ബാണൻ്റെ മകളാകുന്ന ആ ഉഷ ഒരു സ്വപ്നത്തിൽ സുന്ദരപുരുഷനെ കണ്ടു. അങ്ങനെ ബാണൻ്റെ മന്ത്രിയാകുന്ന കുംഭാണ്ഡൻ്റെ മകളാകുന്ന ചിത്രലേഖയോട് പറഞ്ഞു, എനിക്ക് സ്വപ്നത്തിൽ കണ്ട മകളെ സ്വീകരിക്കണം. ഇങ്ങനെ ഭാഗവതത്തിൽ ആ ഉഷാപരിണയം എന്ന് പറയുന്നതായിട്ടൊരു ഭാഗത്തെയാണ് പറയുന്നത്. ഇവിടെ അനിരുദ്ധനെ തേടി എങ്ങനെയാണ് കൊണ്ടുപോയത്? അനിരുദ്ധനെ എവിടേക്ക് കൊണ്ടുപോയത്? ചിത്രലേഖയാകട്ടെ അനേക ചിത്രങ്ങൾ ഒരേ സമയത്ത് വരയ്ക്കാൻ കഴിവുള്ള ആളാണ്. ഉടനെ തൻ്റെ വെബ്സൈറ്റിൽ പോയി കണ്ട ചിത്രങ്ങളെ മുഴുവൻ പരിധി നോക്കി. അപ്പോൾ പറഞ്ഞു, ഇതിലൊന്നുമില്ല, ദേവന്മാരില്ല, സൂര്യവംശ രാജാക്കന്മാരില്ല. ചന്ദ്രവംശത്തിലെ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോൾ അടുത്തേക്ക് നീങ്ങിയിരുന്നു, പ്രതിമനെ കണ്ടപ്പോൾ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങിയിരുന്നു, അനിരുദ്ധനെ കണ്ടപ്പോൾ ഇതന്നെയാന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പിൻ്റെ മുകളിലേക്ക് ഒറ്റ വീഴ്ചയാണ്. അപ്പോഴാണ് മായാവിദ്യ അറിയാവുന്ന 96 മായാവിദ്യകളും അറിയാവുന്നതായിട്ടുള്ള ചിത്രലേഖ രൂപം അദൃശ്യമാക്കിക്കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് വന്ന് കൊണ്ടുപോയി. നേരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ബാണാസുരൻ്റെ കൊട്ടാരത്തിലേക്ക്. ബാണൻ്റെ കൊട്ടാരത്തിലേക്ക് ആരും ചെല്ലാറില്ല. എന്താണ് കാരണം? ബാണൻ്റെ കൊട്ടാരത്തിൽ കാവൽക്കാരനായിരിക്കുന്നത് മഹാദേവനാണ്. തൻ്റെ 1000 കൈകളുടെ വേഗതയിൽ ഭഗവാന് ഡമരു വായിച്ചതുകൊണ്ട് സന്തോഷിച്ച് മഹാദേവൻ ചോദിച്ചു, എന്താ ബാണാസുര വേണ്ടത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനായിട്ടിരുന്നോളൂ. അങ്ങനെ മഹാദേവൻ കാവൽക്കാരനായിട്ടിരുന്നുകൊണ്ട് ആരും യുദ്ധത്തിന് വരാറില്ല. അപ്പോഴാണ് ഒരു ദിവസം ശിവനായിട്ട് യുദ്ധം ചെയ്യണമെന്ന് ബാണന് തോന്നൽ. ഉടനെ മഹാദേവനായിട്ട് യുദ്ധത്തിന് പ്രഖ്യാപിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ എങ്ങാനും ആയുധെടുത്ത് നിന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും ഭജിക്കില്ല. ഞാനെല്ലാവരും കാലസ്വരൂപിയാണെന്നാണ് പറയുക. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിനക്കെന്തായാലും യുദ്ധത്തിന് വേണ്ട ആളിവിടെ വരൂ കേട്ടോ. അങ്ങനെ എന്നാ വരിക? ധൃതി കൂടി. അപ്പോൾ പറഞ്ഞു, എന്നാണോ നിൻ്റെ കൊടിക്കൂറ ഭൂമിയിൽ പതിക്കുന്നത് അന്ന് വരും. അപ്പോൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ ബാണാസുരൻ എവിടെ വന്ന് നോക്കും? തൻ്റെ കൊട്ടാരത്തിൻ്റെ ധ്വജസ്തംഭത്തിൽ വന്ന് നോക്കും. ആ ധ്വജസ്തംഭത്തിൽ കൊടിയുണ്ടോ നോക്കുമ്പോൾ ഒരു ദിവസം കാണാനില്ല. എവിടേക്കാണ് പോയിരിക്കുന്നത്? തൻ്റെ മകളുടെ ശയനഗൃഹത്തിലേക്ക് അതിൻ്റെ കയറിങ്ങനെ ഒഴുകിപ്പോയിട്ടുണ്ട്. അപ്പോഴാണ് വരിഞ്ഞു പോയ കയറിൻ്റെ പിന്നാലെ ചെന്നപ്പോൾ ബാണാസുരൻ്റെ മനസ്സിലായി തൻ്റെ കൊട്ടാരത്തിലേക്ക് തൻ്റെ ഘാതകനായിട്ടുള്ള ആരോ വന്നിരിക്കുന്നു. ഉടനെ തന്നെ രഹസ്യചാരന്മാരെയൊക്കെ ഇട്ട് നോക്കുമ്പോഴാണ് തൻ്റെ പുത്രിക്ക് അനുയോജ്യമായിട്ടുള്ള സുന്ദരകുമാരനാണ്, മകൾക്ക് ഇഷ്ടമാണ്, ഒരു പുത്രി ഉള്ളതായിട്ടുള്ള ആൾക്ക് ദുഃഖിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ അവിടെ പിടിച്ച് കെട്ടിയിട്ടു. ചതുരംഗം കളിക്കാനും മറ്റുള്ളതിനൊക്കെ കൊട്ടാരത്തിൽ അവിടെ ഇരുന്നോളൂ. അനിരുദ്ധൻ ബന്ധിതനായി. അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീനാരദിൽ നിന്ന് അറിഞ്ഞപ്പോൾ ഭഗവാൻ എവിടേക്ക് ചെന്നു? ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ മഹാദേവൻ്റെ യുദ്ധത്തിന് വന്നു. അങ്ങനെ ശൈവജ്വരവും വൈഷ്ണവജ്വരവും ഏറ്റുമുട്ടി ശൈവജ്വരം മാറി നിന്നു. ഭഗവാൻ എവിടുന്ന് ബാണാസുരൻ്റെ ഭുജ നിഗ്രന്ഥനം ചെയ്തു. അങ്ങനെ എല്ലാ കൈകളെയും അറുത്തെടുത്തു. 4 കൈകൾ മാത്രം ബാക്കി വെച്ചു. 1000 കൈകളുടെ വേഗതയുള്ള ആൾക്ക് 4 കൈയിൻ്റെ വേഗത മതി. ഒന്ന് ഭഗവാനെ വണങ്ങാൻ, ഒന്ന് മഹാദേവനെ സ്തുതിക്കാനും വണങ്ങാനും. ഇങ്ങനെ 2 ദേവന്മാരെയും വന്ദിക്കാൻ വേണ്ടി 4 കൈകളെ കൊടുത്ത് ബാണൻ്റെ ഭുജനിഗ്രന്ഥനം ചെയ്ത് അനിരുദ്ധനെ വീണ്ടെടുത്ത കഥ പറഞ്ഞു. ഇങ്ങനെയാണ് ബാണാസുര നിഗ്രഹം. ഇനി നൃഗൻ്റെ കഥയാണ്. പ്രഭാത പാരായണം ഇവിടെ നിർത്തുകയാണ്. അരമണിക്കൂറിന് ശേഷം പാരായണം ആരംഭിക്കും. ശ്രീഹരയേ നമ. അപ്പോൾ നമുക്ക് 10:10 100ാമത്തെ ദശകം നാരായണീയ പാരായണം,
12 മണിക്ക് ലളിതാ സഹസ്രനാമ ജപം ഇതെല്ലാമാണ് അനുഷ്ഠിക്കാനുള്ളത്. കൂടാതെ ഭഗവാന്റെ ആ രാജസൂയ യാഗത്തിൽ അഗ്രപൂജ ചെയ്യുന്നതായിട്ടുള്ള ശ്രേഷ്ഠ ഭഗവാന്റെ അഗ്രപൂജ അതോട് പ്രതീകാത്മകമായിട്ട് ചെയ്യും. 74-ാമത്തെ അധ്യായത്തിലാണ് ധർമ്മപുത്ര മഹാരാജാവിന് രാജസൂയം എന്ന യാഗം ചെയ്ത് ഭഗവാനെ ആരാധിക്കുന്നത്. പിന്നീട് ഭഗവാന്റെ സതീർത്ഥ്യനായിട്ടുള്ള സുധാമാവിൽ നിന്ന് ഭഗവാൻ അവിൽക്കിഴി സ്വീകരിക്കുന്നത്. അപ്പോൾ ആ അവിൽക്കിഴി സമർപ്പണം അത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് മുമ്പേ, വൈകുന്നേരം വരെ ഏത് സമയത്തും ചെയ്യാം. ഉച്ചയ്ക്ക് മുമ്പെയാണ് പ്രധാന സമയം. കാലത്ത് തൊട്ട് തന്നെ കൗണ്ടറിൽ നിന്ന് അവിൽക്കിഴി വാങ്ങിച്ച് ഈ യജ്ഞവേദിയുടെ മുമ്പിലിരിക്കുന്നതായിട്ടുള്ള ആ ചരുവത്തിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. ആ പാരായണ സമയത്ത് അതെടുത്ത് പൂജകൻ ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിച്ച് നിവേദിക്കും. അത് ഇന്നാണ്, വൈകുന്നേരമാണ് സുധാമാചരിതത്തിൻ്റെ കുചേലോപാഖ്യാനം ദൃശ്യാവിഷ്കാരം നിങ്ങൾ കാണാനിട വരിക. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ 6-ാം ദിവസം വളരെ പരമപവിത്രമായി എല്ലാവരെയും അനുഷ്ഠിക്കുക. എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരിക. ശ്രീഹരയേ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.